നമസ്കാരം എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഫുഡ് ചലഞ്ചിന് ശേഷത്തെ വീഡിയോ ഫുഡ് ചലഞ്ചിന് ശേഷം നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ്. അപ്പോ ഉണ്ടായിരുന്നു. അതെ, എനിക്ക് ഒരാഴ്ച ലീവ് എടുത്തു. അത്രയും കലോറി നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ ഒരാഴ്ച ലീവ് എടുത്തു. എൻ്റെ ഒരു വ്യക്തിപരമായ ഇതില് വളരെ മോശം അനുഭവമായിരുന്നു. അതായത് നമ്മൾ കഴിച്ച രീതിക്ക് അങ്ങ് പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ. ഓ, അങ്ങനെ നമ്മളിൽ ആരും അങ്ങനെ കഴിക്കുന്ന കപ്പാസിറ്റി ഉള്ള ആൾക്കാരല്ല എന്നാണ്. അല്ല, ഉണ്ട്, അഖിലേഷ് കഴിച്ച് അത്യാവശ്യം CKയും കഴിക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ ബാക്കി നമ്മളിപ്പോ ഞാനും നീയും ഒക്കെ കുറച്ച്. പക്ഷെ ഞാൻ മാക്സിമം കഴിക്കാൻ ശ്രമിച്ചടാ. ഞാൻ കഴിക്കാൻ ശ്രമിച്ചു. എനിക്ക് ആ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ തന്നെ ഞാൻ കഴിക്കാം. 3 ബർഗറൊന്നും അല്ല, ചിലപ്പം നല്ല കഴിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇല്ലേ, അവന്റെ 3 ബർഗർ നിനക്കൊന്ന് അപ്രീഷിയേറ്റ് അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത്. പക്ഷേ ഇതിനെക്കാളും കഴിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അരുണാണെങ്കിൽ കുറച്ചുകൂടെ കഴിക്കുമായിരുന്നു. അരുണാണെങ്കിലും അഖിലേഷിന്റെ അത്ര കഴിക്കുമെന്ന് എനിക്ക് തോന്നല്ല. എനിക്ക് സോനു ഉണ്ടെങ്കിലോ? സോനു ആണെങ്കിൽ ചിലപ്പോ കഴിച്ചാൽ ഇല്ല. അരുണാണെങ്കിൽ ബർഗർ ഒക്കെ പാടായിരിക്കും എനിക്ക് തോന്നുന്നു. എനിക്ക് സോനുവിൽ ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് അരുണാണെങ്കിൽ ചിലപ്പോ ജയിക്കും. അല്ല, അരുൺ ചേട്ടൻ കുറച്ച് സ്ലോ ആയിട്ട് കഴിക്കുന്ന കൂട്ടത്തിലാണ്. സ്ലോ ആയിട്ട് കഴിക്കണമെന്ന് എനിക്ക് തോന്നിയൊന്നുമില്ല. അവന്റെ ആഹാരം കഴിപ്പിൽ എനിക്ക് അത്ര സ്ലോ തോന്നിയിട്ടില്ല. ശരി, നല്ല കഴിപ്പാ. എന്തായാലും കഴിച്ചു കഴിഞ്ഞിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇല്ലില്ല, അത് ഇത്രയും കലോറി ആദ്യമായിട്ടാണ് കഴിക്കണം. അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവറിൽ കിടന്നു, അത്രേ. വേറെ ഒന്നുമില്ല. എനിക്കൊരു പിന്നെ അടുത്ത ദിവസം അങ്ങനെ കഴിക്കാനും അങ്ങനെ നമ്മള് ലിമിറ്റ് വയ്ക്കും. അടുത്ത ദിവസം കഴിക്കുമ്പോഴും ഡയറ്റ് അല്ല, പക്ഷെ എന്നാൽ ഇത്ര ഇന്നലെ കഴിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് കഴിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. 2 ദിവസം ഇപ്പൊ 4000 കലോറി കഴിച്ചെന്ന് വെച്ചോ, ഒറ്റ നേരം കഴിച്ചെന്ന് വെച്ചോ, ഈ 4000 കലോറി നമ്മളെ ശരീരത്തിൽ പിടിക്കുവോ? അതിനുള്ള കപ്പാസിറ്റി. പക്ഷെ കുറെ ഫാറ്റ് ആവുമല്ലോ. സ്റ്റോർ ആവും, എന്നാലും അതിനൊരു ലിമിറ്റ് ഇല്ലേ? ലിമിറ്റ് ഉണ്ട്. ശരീരത്തിന് വേണ്ടിട്ട് ഉള്ളത് എടുത്തിട്ട് ഈ മറ്റേ എന്താ കോമ്പറ്റീറ്റീവ് ഈറ്റേഴ്സ് ഇല്ലേ, അവര് 10,000 കലോറിയൊക്കെ ചിലപ്പോൾ കഴിച്ചു. പക്ഷെ അവര് ഡെയിലി റെഗുലർലി കഴിക്കില്ല, വല്ലപ്പോഴും ഇങ്ങനെ കഴിക്കും. എന്നിട്ട് അതിനുശേഷം അവരൊരു ഡയറ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവര് ഫുഡൊന്നും വേറെ അങ്ങനെ വലുതായിട്ടൊന്നും കഴിക്കില്ല. ഗ്രീൻ ടീ അങ്ങനത്തെ സാധനങ്ങളെ കുടിച്ച് ഭയങ്കര ഡയറ്റ്. എല്ലാം മറ്റേ ഭയങ്കര ബോഡി. നിങ്ങൾ നോക്കിയാൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഈ കോമ്പറ്റീറ്റീവ് കഴിക്കുന്ന സ്ലിമാണ്. തമിഴ്നാട്ടിലൊരാളുണ്ട്, അറിയാമോ? ഒരു സാപ്പാട് രാമൻ. പക്ഷെ അങ്ങേര് ഇത് എടുക്കാറില്ല. അങ്ങേര് മറ്റേ ഇതൊന്നും ചെയ്യാം. അല്ല, അങ്ങേര് ഈ ഡയറ്റ് എടുക്കാറില്ല. പക്ഷെ റെഗുലർലി അങ്ങേര് അത് തന്നെ കഴിക്കണം. അല്ലാതെ തന്നെ അങ്ങേര് നമ്മൾ വിചാരിക്കില്ല പുള്ളി ഇങ്ങനെ കഴിക്കുമെന്ന്. ഇങ്ങനെ കുറെ കഴിക്കും. അല്ല, ഇവിടെ കേരളത്തിൽ ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നല്ല, ഇപ്പം മരിച്ചു. പണ്ടത്തെ ഇപ്പോഴും വേറൊരു മനുഷ്യനുണ്ട് കോഴിക്കോട്, കഴിക്കണം. അങ്ങേര് പക്ഷെ നല്ല അധ്വാനം ചെയ്യുന്നുണ്ട്. മറ്റേ അടുത്ത് ലോഡ് വർക്കർ അങ്ങനെ എന്തോ പരിപാടിയാണ്. എനിക്ക് ഇത് ഡെസേർട്ട് എല്ലാം കൂടെ കഴിച്ചിട്ടേ അതിന്റെ ഒരു ഉറക്ക ക്ഷീണം പോലെ പെട്ടെന്ന് ഒരുപാട് മധുരം കുടിക്കുമ്പോ മത്തടിക്കൂലേ, ആ ഒരു സാധനം ഉണ്ടായിരുന്നു. ഭയങ്കര പായസമൊക്കെ കുടിച്ചിട്ട് കിറങ്ങുന്ന പോലത്തെ ഒരു നല്ല ഉണ്ടായിരുന്നു. പക്ഷെ പിറ്റേ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എല്ലാരും അത്യാവശ്യം നല്ല കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ആയിരുന്നു. എല്ലാരും കഴിച്ച്. പക്ഷെ നിങ്ങൾക്കൊരു ഇതില്ല, നിങ്ങൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വന്ന പോലെ എനിക്ക് തോന്നിയില്ലല്ലേ? കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമേ ഒരു ഇത് വന്നില്ല. ഇവന്റോടെ എനിക്ക് ഇത് പറഞ്ഞെങ്കിൽ ഞാൻ അപ്പുറത്തെ പണയിലിരിക്കണം, അവിടെ ഇന്ന് ഇവിടെ വന്ന് ചോദിക്കണം. എനിക്ക് ആ കോമ്പറ്റീഷൻ ഉള്ളത് അഖിലേഷിന്റെ അടുത്തല്ലേ ഉള്ളു. ഹൈ കോമ്പറ്റീഷൻ നമ്മുടെ അടുത്തിരുന്നെങ്കിൽ നമ്മൾ ജയിച്ചാ. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചിലപ്പോ ഇരുന്നെങ്കിൽ ചിലപ്പം കുറച്ചും കൂടി സ്പിരിറ്റ് വന്നെ അല്ലേ. അടുത്ത മത്സരത്തിൽ നമ്മൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവൻ ചാറ്റ് GPT എടുത്ത് ഒരു ദിവസം മുന്നെങ്കിലും ഞാൻ അവിടെ ചെന്ന് നോക്കി. മറ്റേ ഫ്രണ്ടില് അവിടെ കാലറി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ബർഗറിൽ 800 എത്രയുണ്ട് മറ്റേ ഞാൻ ഓർഡർ ചെയ്ത. അത് പിന്നെ BR ആയതുകൊണ്ട് അത് 300 ആക്കി, 600 കാലറി വെട്ടി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഞാൻ നോക്കി. എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതിൽ വലിയൊരു സൈസുള്ള സാധനമായിരുന്നു മറ്റേ ഡെസേർട്ട് മക്രോറി. അതും ഇത്തിരി വലുതായിരുന്നു, ലാർജ് ആയിരുന്നു.
അതും അവ അത്ര കൂട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ നോക്കി ഏറ്റവും കാലറി ഉള്ള ഒരു 3-4 ഐറ്റം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് ചെയ്യുകയാണ്, എന്താണ് അലിഗേഷൻ കൊണ്ടുവരികയാണ്, ഇതിൽ കലോറി വെട്ടി എന്ന് പറഞ്ഞു. അവൻ പഴയ ശക്തമായ അലിഗേഷൻ ചെയ്യും. അവന് ഇനി ഒരു മത്സരത്തിലും ഒരു മോഡറേറ്റർ ആക്കരുതെന്ന് ഞാൻ പറയും. ഏത് മത്സരത്തിലായാലും അവന് മോഡറേറ്റർ ആക്കാൻ ഞാൻ സമ്മതിക്കൂല. അവന്റെ കുറച്ച് കോമഡി ഉണ്ടായിരുന്നു. കൂട്ടി വന്നപ്പോഴത്തേക്കും എനിക്ക് 3055 CK 3011. എന്നിട്ട് അവൻ അപ്പം CK 3 നീ 4 എന്തോ അതിങ്ങനെ പറഞ്ഞപ്പോഴേ അവന് മനസ്സിലായി 3011 3055. അപ്പോഴിങ്ങനെ മുഖഭാവം ശ്രദ്ധിച്ച അവ ഇങ്ങനെ അപ്പോഴേ ഇവര് അറിഞ്ഞില്ലെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടായിരുന്നു. അപ്പോഴാണ് 3055 അല്ലേ 3011 കൂടുതൽ. അല്ലേ അത് എനിക്കിപ്പം മിസ്റ്റേക്ക് പറ്റണത് കുഴപ്പമില്ല. അപ്പൊ ഈ ആദ്യത്തെ ഷോ ഉണ്ട്, ഇങ്ങനെ പേപ്പറൊക്കെ മടക്കി സ്കെയിലിട്ട് അവിടെ അടി ഉണ്ടാക്കി, എനിക്ക് ബോർഡ് വേണം, പേപ്പർ വേണം. അപ്പുറത്ത് നമ്മള് മറ്റേ മെക്ഡൊണാൾഡ്സിൽ നിന്ന് ഇത് വാങ്ങിക്കണം, ബോർഡ് വാങ്ങിക്കണം, ശരിയല്ലല്ലോ എന്നും പറഞ്ഞ് അപ്പുറത്തെ കടയിൽ പോയി പ്രീമിയറിൽ പോയി ചോദിച്ചു അവന് ഒരു സാധനം ബോർഡൊക്കെ. എന്നിട്ട് പിന്നെ അവര് പറഞ്ഞു ഞങ്ങൾ തന്നെ തരാന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി വാങ്ങിച്ച് പേപ്പറൊക്കെ ഇട്ട് ലൈനൊക്കെ ഇട്ട് വരച്ച് നമ്മള് അവിടെ ഇങ്ങനെ ചില്ലായിട്ടിരുന്നപ്പോഴേ അവനാണ് ടെൻഷൻ, ഇങ്ങനെ വരച്ച് ഇതൊക്കെ ചെയ്തു. എന്നിട്ട് മിസ്റ്റേക്ക് വരുത്തിയപ്പം ചിലപ്പോ അവന്റെ POV എടുത്തിരുന്നെങ്കിൽ രസമായിരുന്നു കേട്ടോ. അവന്റെ ഒരു ടെൻഷനും അടുത്ത അവനെ ഫോക്കസ് ചെയ്യണമായിരുന്നു. കാരണം അവിടെ തല പോയി നമുക്ക് അത്ര ടെൻഷൻ ഇല്ല, നമ്മള് ചില്ലായിരുന്നു. കാര്യം എനിക്കൊരു 2 ബർഗറും മറ്റേ ഇതും കഴിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇനി കഴിക്കാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ ചില്ലായിരുന്നു. അതാണ് അവൻ പറഞ്ഞത്, എന്തോന്ന് കോമ്പറ്റീഷൻ ഇല്ല, എല്ലാരും ചില്ലായിരുന്നു. കഴിക്കാൻ പറ്റാതെ കഴിക്കാൻ പറ്റുള്ളൂ. ഒരു നമുക്ക് ആ ഒരു സാധനം വന്നില്ല, ഒരു സംഭവം വന്നില്ല. പക്ഷേ മാക്സിമം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാർ കഴിച്ചിട്ടുണ്ട്. പക്ഷെ തോക്കുമെന്ന് വിചാരിച്ച് കഴിക്കാതെയൊന്നും ആരും ഇരുന്നെന്ന് തോന്നല്ല. ഇപ്പൊ ഇവൻ 3 എണ്ണം കഴിച്ചു, പക്ഷെ ഞാൻ 2 എണ്ണേ കഴിച്ചോളൂ. പക്ഷെ എനിക്ക് അവനെക്കാളും കാലറി കഴിക്കാൻ പറ്റിയില്ലേ. പക്ഷെ നിങ്ങൾ ആരും വേസ്റ്റ് ഒന്നും ബുദ്ധിയൊന്നുമല്ല, അവൻ ചാറ്റ് GPT ഇന്നലെ പഠിച്ചിട്ട് വന്നത്. അല്ല, നിങ്ങൾ വേസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. വേസ്റ്റ് ചെയ്തില്ല ഞാൻ ഇന്നലെ ഒരു കുറച്ചൊരു അതിനൊരു ഇന്നലെ ഉല്ലാസ ഒരു കൊത്തു പൊറോട്ട ഒരു ലോഡ് വേസ്റ്റ് ആയി പോയി. ഒരു കടയിൽ നിന്ന് ഓർഡർ ചെയ്ത് അവര് മറ്റേ ചട്ടിക്കകത്ത് കൊണ്ടുവരുന്നു, ഒരു 2-3 പേർക്ക് കഴിക്കാതെ. എനിക്ക് തോന്നുന്നു രാത്രി ആയതുകൊണ്ട് ബാക്കി വന്ന പൊറോട്ട എല്ലാം കൂടെ എടുത്ത് കൊത്തി തന്നെന്ന് തോന്നുന്നു അവര്. അല്ലടാ, ഈ ചില കടകളിലുണ്ടടാ അവര് നമുക്ക് കഴിക്കാൻ പറ്റാത്ത പോർഷൻ കൊണ്ടുവരും. ഞാൻ ഇടയ്ക്ക് കൊച്ചിയിലൊരു തട്ടിടമുണ്ട്, ബിലാൽ കഫേ എന്ന് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല. കാര്യം അവിടെ കുറെ ഉള്ളതാണ്. ഒരു ദിവസം അവിടെ കയറിയാൽ കഴിക്കാൻ. എന്നിട്ട് ഞാനും വേറൊരു ചേട്ടനുണ്ട്, എൻ്റെ റൂംമേറ്റ് ഒരു ചേട്ടനും കൂടി. കുറെ നാളായി, 3-4 മാസമാവും. അപ്പൊ നമ്മൾ പറഞ്ഞു, പുള്ളി പറഞ്ഞ് എല്ലാ ദിവസവും നമ്മൾ ഈ ഷവായൊക്കെ കഴിക്കണം. നമ്മൾ പറഞ്ഞു ഇന്ന് നമുക്കൊരു ബഡ്ജറ്റ് കഴിക്കാം, തട്ടുകടയിൽ പോകാന്ന് പറഞ്ഞിട്ട് പുള്ളി ഇവിടെ കൊണ്ടുപോയി. ബഡ്ജറ്റ് നമ്മൾ ദോശയ്ക്കുള്ളത്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാ സാധനങ്ങളുണ്ട്. അപ്പോൾ തട്ടുകടയല്ലേ, ബഡ്ജറ്റ് കഴിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ചിക്കൻ, പുള്ളിക്ക് ബീഫ് മതി. അപ്പൊ ചിക്കൻ്റെ ഒരെണ്ണം ഞാൻ പറഞ്ഞു ഹാഫ് മതി ബ്രോ. പുള്ളി ബീഫാണ് അടിക്കുന്നത്, എനിക്ക് ബീഫ് കഴിച്ചോടല്ലോ. അപ്പൊ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒരു 3 പേർക്ക് കഴിക്കാടാ ഒരു സാധനം, ഒരു പോർഷൻ. എന്നിട്ട് അതും പൊറോട്ടയും ഹാഫ്. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഹാഫാണ് പറഞ്ഞ. ഹാഫാണിത്, ഫുള്ളാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല എന്ന്. ഇത് തന്നെ കഴിക്കാൻ പറ്റില്ല, ഇത് ഭയങ്കര റേറ്റും. 2 പേരും കൂടി വന്ന് 600 എത്ര രൂപ കണ്ടായി. സത്യം പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല, അത് കഴിക്കാൻ പറ്റുന്ന പോർഷൻ കൊടുത്താൽ പോലും. ഇത് ചിക്കൻ പോലും കഴിച്ച് തീരാൻ പറ്റണില്ല. അപ്പം അവര് ഞാൻ ഇങ്ങനെ പറഞ്ഞു, സ്പെസിഫിക്കലി പറഞ്ഞു ഒരാൾ കഴിക്കാൻ പറ്റുന്നതേ ഉല്ലാസം പറഞ്ഞു. ഇറങ്ങുമ്പോ ഞാൻ ഇങ്ങനെ പറയാന്ന് വിചാരിച്ചാണ്. ഉല്ലാസം അവിടെ വീട്ടിൽ പോയിട്ട് ഇത് പറയണോന്ന് പറഞ്ഞു. അപ്പോഴേ വിനു ചോദിച്ചു, നീ പറയൂ? ഞാൻ പറയും. എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് ഇങ്ങനെ ബില്ലൊക്കെ കൊടുത്തിട്ട് പറയില്ലേ, അടുത്ത ദിവസം അത് നമ്മള് പണ്ട് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് വിഘ്നേഷ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കിഴി പൊറോട്ട കഴിക്കാൻ വേണ്ടി. അവന്റെ ഒരു രത്നോ അങ്ങനെ എന്തോ ഇല്ലേ, രത്ന പൊറോട്ട അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. നിധി പൊറോട്ട. നിധിയിൽ രക്തം ഉണ്ടല്ലോ. നിധി പൊറോട്ട കൊണ്ടുപോയി എന്ന് വെച്ചാ നീ ഉണ്ടായിരുന്നു, ഞാൻ ശ്രീകാന്ത്, നന്ദു ബിയാർ, ഇവന് പാട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നും തേക്കണ എന്നെ. നിങ്ങളപ്പോ കോവിഡ് സമയത്ത് ഇത് തിന്നാൻ പോയെന്നാണ് പറയുന്നത്. റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു, കോവിഡ് കഴിഞ്ഞിട്ട് പോയി. അവിടെ വിഘ്നേഷ് കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞാലേ കോവിഡ് സമയത്ത്
ഇവിടെ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഫുഡ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് പൊറോട്ട എന്ന് വെച്ചാൽ ആ സമയത്തൊന്നും നമുക്ക് പൊറോട്ടയും ചിക്കനും കഴിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലല്ലോ. അപ്പൊ കൊതി വരുമ്പോ ഇവിടെ നിന്നാണ്, ഈ കടയിൽ നിന്നാണ് നമുക്ക് സപ്ലൈ ചെയ്തത്. സപ്ലൈ ചെയ്യണത് എവനാണ്? വിഘ്നേഷ് മെസ്സേജ് എന്നെ വിളിക്കും, ഇന്ന് നമ്മൾ ഇത് ഓർഡർ ചെയ്യുന്നുണ്ട് വേണോ. വിഘ്നേഷ് ഇതായിരുന്നു, സ്മഗ്ലിംഗ് ആയിരുന്നു അന്ന്. മറ്റേ ഫുഡ് സ്മഗ്ലിംഗ് ആയിരുന്നു. ഓരോരുത്തർ വിളിച്ചിട്ട് എത്ര പേർക്ക് വേണം ആഴ്ചയിൽ ഒരിക്കലൊക്കെ വരുള്ളൂ. ആഴ്ചയിൽ ഒരിക്കൽ വരുമ്പോ എല്ലായിടത്തും ചോദിക്കും, ബിനു ഉണ്ട്, ഞാൻ ഉണ്ട്, സോനു ഡെലിവറി. അത് മറ്റേ സോനുവിന്റെ വീട്ടിലൊക്കെ മണ്ടയിൽ വെച്ചിട്ട് പോകും. സോനുവിന് എന്തോ അന്ന് കോവിഡ് കണ്ടിരുന്നു, അവന്റെ അപ്പൂപ്പന് കോവിഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് മണ്ടയിൽ വെച്ചിട്ട് പോകും. പെർഫെക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ അപ്പൊ കോവിഡ് കഴിഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും കഴിക്കാൻ പോയി. അവിടെ കൊണ്ടുപോയിട്ട് നിധി പെറോട്ട പറഞ്ഞു. അപ്പോഴേ നമ്മൾ ചോദിച്ചു, ഒരാൾക്ക് കഴിക്കാൻ പറ്റുമോ? ഒരാൾക്ക് സൂപ്പറായിട്ട് കഴിക്കാം, സിമ്പിൾ ആയിട്ട് കഴിക്കാം. നിധി പെറോട്ട കൊണ്ടുവച്ചു. എത്ര പെറോട്ടയാണ്? 8 പെറോട്ട. 8 4-5 പൊറോട്ട. 4-5 പൊറോട്ടയും ഓരോ ലെയറിലും ഓരോ ഫുൾ ചിക്കൻ പോലത്തെ സാധനം. ഒരിടത്ത് ഫുൾ ചിക്കൻ ഫ്രൈ, ഒരിടത്ത് ചിക്കന്റെ കറി, അങ്ങനെ കുറെ. ഒരു മനുഷ്യനെ കൊണ്ട് 3 പേർക്ക് എന്തായാലും അത് തിന്നാൻ പറ്റും. 3 പേർക്ക് വയറ് നിറച്ച് തിന്നാൻ പറ്റും. അപ്പൊ നിങ്ങൾ 3 പേരും 3 ഓർഡർ ചെയ്തത്? നാലെണ്ണം ഓർഡർ ചെയ്തിട്ട് അതിനുശേഷം നന്ദു AR പറഞ്ഞു, എനിക്ക് ഇത്രയൊന്നും കഴിക്കാൻ പറ്റൂല, നമുക്ക് ഇവിടെ കൊണ്ടുപോകാം, അഖിലേഷും ബിനുവിനൊക്കെ ഉണ്ടല്ലോ, ഞാൻ അത് പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകാം. എന്നിട്ട് രാത്രി കൊണ്ടുകൊടുത്ത് രാത്രി എനിക്ക് കൊണ്ടുവന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ അവന്മാർക്ക് അങ്ങനെ തോന്നിയല്ലോ, കണ്ണൊക്കെ നിറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇതൊക്കെ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് പൊറോട്ട മാത്രമുണ്ട്, ചിക്കൻ ഒന്നും, ഗ്രേവി ആവും നക്കി തിന്നു തോന്നുന്നു. അതിലൊന്നുമില്ല, പൊറോട്ട കുതിർന്ന പൊറോട്ട മാത്രമുണ്ട്. പിന്നെ ഇങ്ങനെ ഞാൻ അഖിലേഷും കൂടെ ചേർച്ച് ഒരു ചിക്കൻ പോലും ഇല്ല. എല്ലാ ചിക്കനും പറക്കി തിന്നിട്ട് നമ്മളിങ്ങനെ പരസ്പരം നോക്കിയിട്ട് അതിങ്ങനെ മടക്കി വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോയി. അക്കൂസിന്റെ വീട്ടിൽ പോയി. ടിക് ടിക് മറ്റേ അങ്ങേര് മറ്റേ ഇത് കൊടുക്കൂലേ, മറ്റേ അതുപോലെ കൊണ്ടുപോയി നീ കഴിച്ചു. പൊറോട്ട മാത്രം കഴിക്കാതിരിക്കണ്ടടാന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. അങ്ങ് വീട് വരെ പോയില്ലേ? അത് ഇമാതിരി പെർഫോമൻസ് കാണിച്ചാൽ പിന്നെ അങ്ങോട്ടും കാണിക്കണ്ടേ. അത് ഉറങ്ങി, പയ്യെ ഉറങ്ങി. അവിടെ 11-11:30 ആയപ്പം കൂട്ടുകൊടുത്തേണെന്ന് ഒന്നും പറഞ്ഞില്ലേ? എന്താ ചിരിച്ചോണ്ടിരിക്കടാ ഇവ. ഈ ഇവന്റെ മറ്റേ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലും ഉണ്ട് ഈ അബദ്ധം കാണിച്ചിട്ട് അളിഞ്ഞ ചിരിയുണ്ട്. അതൊക്കെ അങ്ങ് ചെവിച്ചുപടി ആ രീതിയിൽ ഇരിക്കണം. അപ്പൊ നമ്മളിത് എവിടുന്നാണ് വന്നത്? ഫുഡ് കോമ്പറ്റീഷൻ. അതെ, ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മള് പഴയ പോഡ്കാസ്റ്റ് ഇല്ലേ, ഇന്റർലെസ് പോഡ്കാസ്റ്റിന്റെ ഒരു ക്ലിപ്പ് ഭയങ്കരമായിട്ട് വൈറലായി. അത് എനിക്കും കുറെ പേര് അയച്ചു, അനുഭവമുള്ള. അതില് നമ്മൾ ചോദിക്കും ഇങ്ങനെ കുക്ക് ചെയ്യണ കാര്യം ചോദിക്കും, കുക്ക് ചെയ്യുമോന്ന് ചോദിക്കും. അപ്പൊ പറയും കുക്ക് നന്നായിട്ട് കുക്ക് ചെയ്യും. ഹോബി എന്തോ എവൻ ചോദിക്കും ചില്ലി ചിക്കൻ ആണോ അതോ ചൈനീസ് ആണോ? അപ്പൊ പറയും അറബിക് ആണോ? അപ്പൊ ഗ്രിൽഡ്. ഗ്രിൽഡ് ഉണ്ടല്ലോ, ഞാൻ കടയിൽ നിന്ന് വാങ്ങണേക്കാളും നല്ല ടേസ്റ്റിൽ കുക്ക് ചെയ്യുമെന്ന് പറയേ. എന്നിട്ട് അങ്ങനെ പറയും നല്ല ടേസ്റ്റിൽ കുക്ക് ചെയ്യും, ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും വീട്ടില്. എന്നിട്ട് അടുത്ത ക്ലിപ്പ് കുക്ക് ചെയ്യാനേ അറിയില്ല, അല്ല മറ്റേ ലാസ്റ്റ് ഇവര് ഇന്റർവ്യൂ അങ്ങോട്ട് നടത്തുമല്ലോ ജയിച്ചതിന് ശേഷം. അപ്പൊ അതിലാകണ്ടാണ് ഇവര് പറയുന്നത് ഞാൻ ചെല്ല പിള്ളേണ് ഒന്നും കുക്ക് ചെയ്യില്ല, അടുക്കള ഭാഗത്തോട്ടേ പോവാറില്ല. പാവല്ലേ. പക്ഷെ ബിഗ് ബോസ് ഈ സീസണിലെ ബിഗ് ബോസ് ഒരു നമ്മള് സീസൺ 7 അല്ലായിരുന്നു, സീസൺ 6-നെക്കാട്ടിയും ഫാർ ബെറ്റർ ആയിരുന്നു. കാര്യം ഈ സീസൺ 7 കഴിഞ്ഞതിന് ശേഷം കുറെ പേർക്ക് ഇത് വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്നു. അതായത് 9:30 ആകുമ്പോഴത്തേക്ക് ചുമ്മാ പോയിരുന്ന് TV നോക്കും. നീയാണത്? ഞാനല്ല, വേറെ കുറെ പേർ ഉണ്ടത്രേ. ലൈവിന്റെ ആളാണ്, എപ്പോഴും നോക്കും. എനിക്ക് ഇത് ഹോട്ട്സ്റ്റാർ പോലും ഇല്ല ഗൈസ്. സംഭവം ഇത് ഈ കഴിഞ്ഞ 2 സീസൺ നമ്മള് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഓരോ ഓളം ഉണ്ടാക്കിയത് ലാസ്റ്റ് റോബിന്റെ ആ ഒരു ഇത് തന്നെ. അല്ല മറ്റേ മാരാറൊന്നും അങ്ങനെ ഒരു ഭയങ്കര ഒരു ഓളം ഉണ്ടാക്കിയില്ലടാ. ആ സീസൺ കുറച്ച് കൊള്ളാൻ ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഒരു
ഒരു പുറത്ത് ചർച്ചയായ ഒരു സാധനങ്ങൾ ഇപ്പോഴും ചർച്ചയായ പോലത്തെ രീതിയിലൊന്നും ഇല്ല. ചർച്ചയായി. എനിക്ക് തോന്നുന്നു പുറത്ത് അത് ആ സാധനം ചർച്ച ചെയ്ത് മറ്റേ ഇത് മാത്രമേ ഉള്ളൂ, മറ്റേ പട്ടാളക്കാരി ബോധം കെട്ടി വീണത്. മൊത്തത്തിലൊരു മോഹൻലാല് അതേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് അടുത്ത എന്റെ 6ാമത്തെ സീസണും ഇത് അങ്ങനെ ഒരു ഇത് വന്നില്ല. 6ാമത്തെ സീസൺ ആയിരുന്നു തോന്നുന്നു. ദുരന്തം ജിൻഡോ ഒക്കെ ജയിച്ചത്. ജിൻഡോ ചോദിച്ചത്. പിന്നെ അതിന് മുന്നേ ഇങ്ങേരുണ്ടായിരുന്ന ഏതായിരുന്നു മറ്റേ ആർമി ഒക്കെ കത്തിയ സമയം? നിരേഷ് സാറാ? അല്ല, ഏറ്റവും കൾട്ട് എനിക്ക് തോന്നുന്നത് അതായിരുന്നു, രജിത് സാറിന്റെ ആയിരുന്നു. കാര്യം ആ സമയത്ത് എല്ലാരും രജിത് സാറായിരുന്നു ഓഫീസിൽ എന്ന് പറഞ്ഞാൽ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ നമ്മള് ആ സമയത്ത് കോളേജ് കഴിഞ്ഞെന്നോ, കോളേജ് കഴിഞ്ഞിട്ട് ആ സമയത്താണ് കോവിഡ് പറഞ്ഞ ടൈം. കോവിഡ് 2019 ആണെന്നോ? കോവിഡ് പറഞ്ഞതിന് മുന്നേ ആയിരുന്നടാ. കോവിഡിന് തുടങ്ങിയപ്പോഴാണ് അത് നിർത്തി. കോവിഡ് കാരണം ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോഴാണ് അത് നിർത്തി. ശരിയാ. പക്ഷെ കോവിഡിന് മുന്നേ തുടങ്ങി. അപ്പോഴും നമ്മള് മറ്റേ ഇങ്ങനെ ചുമ്മാ ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പം സോനു രജിത് ആർമീന്റെ ഭയങ്കര മറ്റേ കമാൻഡർ ആയിരുന്നു. എനിക്ക് അറിഞ്ഞൂടല്ലോ, മേജർ ആയിരുന്നു. അപ്പൊ നമ്മള് മറ്റേ പണ്ട് ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ പോവായിരുന്നു, ആക്കുളത്ത് പോയി ഇങ്ങനെ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഫുള്ള് രജിത്ത് നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും കേട്ടോ. ഈ അന്നത്തെ ദിവസത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇവ ഇങ്ങനെ സോനു ഇങ്ങനെ രജിത്തിന്റെ സംഭവങ്ങൾ ഇങ്ങനെ ഇവര് വാട്സപ്പിന്റെ സംഭവം വരുമല്ലോ, അതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ ഇവൻ എങ്ങനെ കിട്ടി? അവരിപ്പോ രജിത്ത് ആർമി മറ്റേ കമാൻഡർ ആയിരുന്നു. മറ്റേ അവിടെ മറ്റേ ഓഡിയൻസ് ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പൊ ഇവരൊക്കെ നേരത്തെ അറിയും ആരൊക്കെയാണ് ഔട്ടായത് ഇതായിരുന്നു. അപ്പൊ ഇവ ഇത് നമ്മുടെ അടുത്ത് ഒന്ന് പറയും. അന്ന് ലൈവ് ഒന്നും ഇല്ലായിരുന്നല്ലേ? അന്ന് ലൈവില്ല. അല്ലെ, എനിക്കൊന്ന് ഓർമ്മയുണ്ട്. ഓഫീസിൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവ ഇതേപോലെ രജിത്ത് ആർമിയുടെ ഒന്ന് ഭയങ്കര ഇതായിരുന്നു. അപ്പം വേറെ എനിക്ക് എൻ്റെ ഫ്രണ്ടും ഉണ്ട്. പുള്ളിക്കാരി ഭയങ്കര ഫെമിനിസ്റ്റ് ആണ്, അത്യാവശ്യം നല്ല ഫെമിനിസ്റ്റ് ആണ്. അപ്പൊ ഇവര് തമ്മിൽ എന്നും ജഗടയാണ്. അപ്പം ഇവൻ വികാര ഇത് നമ്മളുടെ അടുത്ത ആരെയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മള് ചേർക്കില്ല, അതുപോലെ ആവുമായിരുന്നു. എടാ അത് ആ സമയത്ത് ഞാനും എനിക്കും ഭയങ്കര ഇതായിരുന്നു. രജിത്ത് ആർമി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഇതായിരുന്നു അന്ന് സോൾജിയർ ആയിരുന്നു. ഇത് അല്ലല്ല, അതിനെന്താ പറഞ്ഞ ജവാനല്ല ഗൈസ്. പക്ഷെ അന്ന് മറ്റേ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇല്ലേ ആദ്യമായിട്ട് കണ്ടത് ഈ പുള്ളിയാണ്. കാരണം 2ാമത്തെ സീസൺ ആദ്യമായിട്ട് ഇങ്ങേരയിലാണ് കാണുന്നത്. അപ്പം ഒരാളെ ഇങ്ങനെ എല്ലാരും കൂടെ ഇപ്പൊ ഇയാള് ഈ ഒരു നല്ല മാനിപ്പുലേറ്ററും കൂടെയാണ്. ഈ സംസാരിച്ച് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന സംഭവമൊക്കെ കൊണ്ടുവന്നത് ഇങ്ങേരാണ്. അപ്പൊ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതെ, ഇപ്പൊ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്നുള്ള ഒരു കാർഡ് അങ്ങനെ സാധനമൊക്കെ പറയുമെങ്കിൽ ഇങ്ങേരാണ് തുടങ്ങി. ഉപജ്ഞാതാവ് ഇങ്ങേരാണ്. ആ സംഭവം പോയല്ലേ ഇടയ്ക്ക് അതൊക്കെ സിനിമയിൽ ഗസ്റ്റ് റോൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഉണ്ടായിരുന്നോ? ഇടയ്ക്ക് ഞാൻ ഒരു റീല് കണ്ടു. മോഹൻലാലിനെ വിളിച്ചിട്ട് എന്തോ ലാലേട്ടൻ 2 സിനിമ വരാന്ന് പറഞ്ഞു. എന്തോ മറന്നുപോയാ എന്തോ തരുമായിരിക്കും, ലാലേട്ടന്റെ മൈൻഡിൽ കാണുമായിരിക്കും. അല്ല പക്ഷെ അങ്ങേരെ ഈ ഇതിലൊരു പെർഫോമൻസ് ഉള്ളാന്നേ ഉള്ളു. അല്ല ഔട്ട് സൈഡ് ഒക്കെ നമുക്ക് ബോറിംഗ് ആയിട്ട് ഈ ഫെയിം എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ കഴിയുമ്പോ കാണാം. അത് മാക്സിമം ഊറ്റണം. ആ സമയത്ത് അതാണ് മിക്കവരും ചെയ്യണം. അല്ലടാ എനിക്ക് തോന്നുന്നു നമ്മുടെ സീസൺ ആയപ്പോഴത്തേക്കാണ് കുറച്ചെങ്കിലും ഒക്കെ ഇവർക്ക് ഈ ഒരു ഇതിങ്ങനെ അല്ല പക്ഷെ നമ്മുടെ സീസൺ നമ്മുടെ മറ്റേ റോബിനൊക്കെ വന്നല്ലോ. ആ ഒരു സമയത്തൊക്കെയാണ് ഇവർക്ക് കുറച്ചുകൂടെ ഈ ഫെയിം ഊറ്റണം, അല്ലെങ്കിൽ ഫെയിം ഇങ്ങനെ നമ്മള് ക്യാഷ് ആക്കണം എന്നുള്ളതൊക്കെ ആ ഒരു സമയത്താണ് തുടങ്ങി. അതിന് മുന്നേ ഒന്നും ഇവർക്ക് അങ്ങനത്തെ ഒരു ഐഡിയ ഒന്നും ഇല്ല. അതിനു മുമ്പേ ഇത്രയും ചാനലും യൂട്യൂബ് ചാനലും അല്ലേ. ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം ബിഗ് ബോസ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു 5-6 മാസം കൊണ്ട് അവര് മാക്സിമം ക്യാഷ് ചെയ്യാൻ നോക്കും. ആ ഒരു ഫെയിം ക്യാഷ് ചെയ്യാൻ മാക്സിമം ഊറ്റി ആ ഒരു സമയത്ത് മാക്സിമം. നമ്മുടെ റോബിൻ വന്നത് ഫ്രീ ആയിട്ടാണ് വന്നത്. റോബിൻ ഫ്രീ ആയിട്ടാണ് വന്നത്. അത് ആക്ച്വലി ഇപ്പോഴാണ് റോബിൻ നല്ല പൈസ വാങ്ങിക്കണേണ്. ഇപ്പൊ റോബിൻ എനിക്ക് പൈസ വാങ്ങായിരുന്നു, പുള്ളി ചൂസ് ചെയ്യാത്തതാണെന്ന് തോന്നുന്നു പൈസ. കാര്യം നമ്മൾ ആ സീസണിൽ വേറൊരാളെ 1-2 പേരെ കോണ്ടാക്ട് ചെയ്തു. അവർക്ക് ഭയങ്കര റേറ്റ് ആണ് വെച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു റേറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. അത് വെച്ചിട്ട് നമുക്കൊരു 5 എപ്പിസോഡ് 6 എപ്പിസോഡ് എടുത്താൽ പോലും മുതലാവൂല. അങ്ങനത്തെ പേര് പറയാൻ താല്പര്യം അല്ല പുള്ളി ക്യാഷ് ചെയ്യണതിന്റെ പ്രശ്നമൊന്നുമില്ല, അത് കറക്റ്റ് തന്നെ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. കാര്യം ഈ ഫെയിം എന്തായാലും കൂടുതൽ നടക്കാനൊന്നും ഏറ്റവും നല്ലത്.
ഇപ്പൊ ഈ അഖിൽമാരാര് അവരൊക്കെ അതല്ലേ ചെയ്യണം. അവര് കൊണ്ടുപോയി ഉദ്ഘാടനത്തിന് എല്ലാത്തിനും പോണ എന്തിനാ, ക്യാഷ് ആക്കണ തന്നെ. അത് ഇപ്പൊ അതിന് ഒരിക്കലും കുറ്റമൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ ഇതൊരു ഈ ഒരു സീസണിലൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം ഔട്ടായവർ പോലും ഇങ്ങനെ മോണിറ്റർ ചെയ്ത് വാങ്ങിച്ചിട്ട് ചെയ്യുള്ളൂ എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഫ്രീ ആയിട്ട് അങ്ങനെ ഇപ്പം ചെയ്ത് കൊടുക്കില്ല. സീസൺ കുറച്ചും കൂടെ ഈ ബിഗ് ബോസ് തന്നെ കുറച്ചും കൂടെ മറ്റേ 2 സീസണും ഒരു ഇത് അത്രയും ഇത് വന്നില്ലല്ലോ, ഭയങ്കര ഇത് വരാത്തോണ്ട് എനിക്ക് തോന്നുന്നു മൊത്തത്തില് കുറച്ചും കൂടെ ടഫ് ആക്കി, കുറച്ചും കൂടെ കണ്ടന്റ് കുറച്ചും കൂടെ ജനറേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 3-4 സീസണിന്റെ കണ്ടന്റ് ഒക്കെ ഈ ഒരു സീസൺ തന്നെ. ഞാൻ ഇത്തവണ കണ്ടില്ല, ഞാൻ ഈ റീൽസിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ മിക്കവരും പറയണത് ഇത്തവണ വലിയ ക്വാളിറ്റി ഇല്ലെന്നാണ് കുറെ പേര് പറഞ്ഞത്. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ സംസാരമായടാ, നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും എന്താണെങ്കിലും സംസാരമായി. ഒരു കേരളത്തിൽ ഹാപ്പനിങ് ആയിരുന്നു. ഇപ്പം ആൾക്കാർക്ക് ഈ ഒരു വിഡ്രോവൽ സംഭവം ഉണ്ടെന്നൊക്കെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 9-ക്ക് ശേഷം ഇനി എന്ത് സംഭവിക്കും, ഇനി എന്തായിരിക്കും അവർ ചെയ്യാൻ പോണത് എന്നുള്ളൊരു സാധനം വന്നല്ലോ. അത് വരോടാ, അത് സ്ഥിരം ഒരു സാധനം കണ്ടോണ്ട് കഴിഞ്ഞാൽ വരും. കാര്യം നമ്മൾ ഈ IPL കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ വൈകുന്നേരം ആ സമയം ആകുമ്പോഴത്തേക്ക് അത് തീരുമ്പോ ഭയങ്കര, പക്ഷെ അങ്ങനെ എനിക്ക് തോന്നില്ല. ഒരു വൈകാരികതയും IPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ജയിക്കുക എന്നുള്ളൊരു സംഭവമെങ്കിലും ഉണ്ട്. ഇതില് ഇപ്പം ജയിച്ചത് മാത്രമല്ല, പക്ഷെ കുറെ ആൾക്കാർക്ക് ഈ ജയിക്കാത്തവരെയൊക്കെയാണ് ഇഷ്ടം. നമ്മളിപ്പോ നല്ലൊരു സീരീസ് ഒക്കെ കണ്ട എൻഡ് ചെയ്യുമ്പോ ഒരു മിസ്സിങ് വരും, മിസ്സിങ് വരുമായിരിക്കും. ജയിക്കാത്തവരാണെങ്കിലും അവർക്ക് എനിക്ക് തോന്നുന്നു അനുമോളെക്കാട്ടിയും കുറച്ചുകൂടെയൊക്കെ മറ്റേ പുള്ളിക്കാരൻ ജയിക്കാത്തതിന് ഒരുപാട് പേര് ഇത് പറയുന്നുണ്ട്, PR കൊണ്ടാണ് അനുമോൾ ജയിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ PR കൊണ്ട് മാത്രം ജയിക്കൂ, അതാണ് എന്റെ ഒരു അത് പറയാൻ പറ്റില്ല. PR കൊണ്ട് മാത്രം എന്നാ അവർക്ക് ഈ അനുമോളുടെ PR ആണ് മറ്റേ സെയിം PR ആണ്. പക്ഷേ മറ്റേ കണ്ടന്റ് കൊടുത്തോണ്ടാണ് പുറത്തായ. PR ഉണ്ടെങ്കിൽ ജയിക്കാൻ പറ്റും, പക്ഷെ കണ്ടന്റ് കൂടെ കൊടുക്കണം. അല്ല എനിക്ക് തോന്നണേ അല്ലാതെ അവിടെ കിടന്ന് ഉറങ്ങിയ കുറച്ചും കൂടി മെന്റലി സ്ട്രോങ് ആയിട്ട് വേണം, ഒരു ടാക്ടിക്സ് ഉണ്ടാക്കിയിട്ട് വേണം ഈ സാധനത്തിന് പോവാൻ. കാര്യം ആ സാധനം ഞാനും കണ്ടില്ല. മറ്റേ മോഹൻലാൽ ഇത് കൊടുക്കുമ്പോഴത്തെ റീലുണ്ടല്ലോ, പുള്ളിക്കാരി കൈയടിക്കാതെയൊക്കെ ഇരിക്കണം. അത് ഒരു സാധനം ജയിക്കുമ്പം നമ്മൾ ആരായാലും നമ്മൾ അത് ചെയ്യൂലേ. ഇപ്പം നമ്മൾ ഒരു ടൂർണമെന്റിനൊക്കെ പോയി നമ്മൾ എത്ര എണ്ണം തോറ്റിട്ടുണ്ട്, നമ്മളെന്നും പറഞ്ഞ് നമ്മൾ തോറ്റെന്നും പറഞ്ഞ് നമ്മൾ കൈയടിക്കാതിരിക്കില്ല. അങ്ങനത്തെ ഒരു ടൂർണമെന്റ് പോലത്തെ പരിപാടി. ടൂർണമെന്റിൽ നമ്മളിപ്പോ കൂടിപ്പോയ ഒരു 5 മിനിറ്റത്തെ ഉടക്കെങ്ങാനും ആയി പോയി, നമുക്ക് 100 ദിവസത്തെ ഉടക്കായിരിക്കും. ശരിയാണ്, നമുക്കത് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മളവർക്ക് ഇമോഷണൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് അടിക്കാതിരിക്കുക അവരെ ഇഷ്ടം. പക്ഷെ ഈ PR-ന്റെ ഒരു അതിപ്രസരം എന്ന് പറഞ്ഞാൽ അവര് തന്നെ ഈ ഏഷ്യാനെറ്റ് തന്നെ അക്നോളേജ് ചെയ്യും, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് ഏഷ്യാനെറ്റ് അക്നോളേജ് ചെയ്യണമെങ്കിൽ അത് ഉള്ളതുകൊണ്ടാണ്, അതിന് മാത്രം അവര് വിചാരിച്ചതിനെക്കാട്ടി നന്നായിട്ട് എഫക്ട് ചെയ്തെന്ന് തോന്നുന്നു. PR ഭയങ്കര ഫേമസ് ആയല്ലോ. ആണ് ആ പുള്ളി അത് മാക്സിമം എടുക്കാൻ നോക്കണമെന്ന് തോന്നുന്നു. എനിക്ക് അടുത്ത വർഷം ആരെങ്കിലും വർഷം കൂടൂലേ, റേറ്റ് കൂട്ടാലോ. അടുത്ത വർഷം ഈ സീസൺ ഭയങ്കര ഇതായി പോയി. ഈ സീസൺ കുറച്ച് ഹിറ്റ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അത് ഒരു പോസിറ്റീവ് കണ്ടാണ്. തമിഴ്നാട് തെലുങ്കിനേക്കാൾ ഹിറ്റായി എന്ന് വെച്ചാൽ ഈ മലയാളം TRP എന്തോ 12 അങ്ങനെ എന്തോ ആയി. അപ്പോഴും മൊത്തം ഇനി അടുത്തത് ബിഗ് ബോസിന് ഡിമാൻഡ് കേറാനും ഡിമാൻഡ് കൂടും അല്ലേ, കണ്ടസ്റ്റന്റ് ആയിട്ട് കേറാനും ഡിമാൻഡ് കൂടും. കുറച്ചും കൂടെ ഇതായിരിക്കും, സെറ്റ് ആയിരിക്കും തോന്നുന്നു. കടുക്കും അല്ലേ. പക്ഷെ തമിഴില് കൊള്ളാടാ. ഞാൻ മറ്റേ തണ്ണിമത്തൻ ഇതില്ലേ വാട്ടർമെലൺ, ഒരു നല്ല രസമുണ്ടോ. അങ്ങനെ ചില ക്ലിപ്പൊക്കെ വരും ഇടയ്ക്ക്, ഒരു നല്ല രസമുണ്ട്. അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഡ്രോൾ സിൻഡ്രോം ഉള്ളവർ നേരെ ഒരു പുള്ളിക്കാരി, ഒരു പാട്ടുകാരൻ, ഒരു മനുഷ്യനുണ്ടല്ലോ, പേര് പറഞ്ഞു, ഈ ബിഗ് ബോസിൽ വരും പാട്ട് പാടുന്ന തമിഴ്നാട്ടിൽ ഒരു പുള്ളി വന്ന് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യർ ചിരിച്ചോണ്ടിരിക്കുമ്പോഴും അങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേ പാട്ടെന്തോ പാടും. അപ്പൊ ഇങ്ങനെ അഭിനയിക്കും. അങ്ങനെ പാട്ട് പാടുമ്പോ ഇങ്ങനെ അഭിനയിക്കോടോ, അങ്ങനെ ഫ്രണ്ട് ചെയ്യുന്നു. മനുവൊക്കെ ഇത് ബിഗ് ബോസിലുണ്ടോ? അല്ല, പുള്ളി അപ്പം പുള്ളി ഒന്ന് അഭിനയിച്ചു കൊടുക്കും. ശിവാജി ഗണേശന്റെ എന്തൊരു സീനാണെന്ന് തോന്നുന്നു, ഏതോ എപ്പിക് സീന്. അപ്പൊ ഇങ്ങനെ എനിക്ക് ചിരിക്കാനും എന്ത് ചെയ്യണമെന്ന് ഇറക്കിവിടാതെ ഇങ്ങനെ നോക്കും. ഇങ്ങനെ കൊള്ളാം, പുള്ളി രസമുണ്ട്. ഞാൻ റീല് കണ്ടു, രസമുണ്ട്. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അകത്തുള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും ഇതേപോലെ അഭിനയിച്ചുകൊണ്ടിരുന്നാലേ
അത് വിജയ് സേതുപതി പറഞ്ഞു എന്ന് വെച്ചാൽ ആദ്യം വിചാരിച്ച് ഒരു പ്രാവശ്യം ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ നിർത്തുമെന്ന് വിചാരിച്ചു, പിന്നെ വീണ്ടും വീണ്ടും ക്യാമറ വന്നിട്ട് എന്തെങ്കിലും ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അഭിനയം പുള്ളി കിട്ടുമായിരിക്കും സിനിമയിൽ. അല്ലടാ ഈ വിഡ്രോവൽ സിൻഡ്രോം പറഞ്ഞില്ലേ, അപ്പോഴെ എന്റെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഇപ്പൊ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുമ്പം കുറെ ആൾക്കാർ ഇപ്പൊ ജയിച്ചില്ലെങ്കിലും അവർ ഭയങ്കര ഫെയിം വരും. പക്ഷെ ഈ ഫെയിം ഒരു 5-6 മാസം കഴിയുമ്പോൾ ഡിക്ലൈൻ ആവും, അല്ലെങ്കിൽ അടുത്ത ബിഗ് ബോസ് വരെ സൈക്കിൾ വരെ ഉള്ളൂ. അപ്പൊ അപ്പോഴല്ലേ ഇവർക്ക് ഒരു സാധനം വരണത്. കാര്യം ഇവർക്ക് ഇത്രയും നാൾ കിട്ടിയ ഫെയിം പിന്നെ കിട്ടാതെ വരിക, ഈ ലൈം ലൈറ്റിൽ നിൽക്കാതെ ഫീൽഡ് ഔട്ട് എന്നല്ല, അവരങ്ങനെയായിരിക്കും വിചാരിക്കണം. പക്ഷെ അതായത് അവർക്ക് ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഈ മീഡിയ ഇങ്ങനെ പറയുന്ന സാധനം അപ്പോഴത്തേക്ക് അവർക്ക് ഒരു സാധനം വരൂലേ. ബിഗ് ബോസ് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ള ഏക ഒരു ഫസ്റ്റ് സീസണിലുള്ളവർ തന്നെ എനിക്ക് അറിയാന്നുള്ള, അല്ലാതെ എല്ലാവരും ഫീൽഡ് ഔട്ട് ആവാറ് തന്നെയാണ്. അതില് രഞ്ജിനി ഹരിദാസാണ് സത്യം പറഞ്ഞ നല്ല കാലിബർ ഉണ്ടായിട്ട് എനിക്ക് പെട്ടെന്ന് പോയത് രഞ്ജിനി ഹരിദാസാണെന്ന് തോന്നിയിട്ടുണ്ട്. ഫീൽഡ് ഔട്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ ലൈം ലൈറ്റ് മാറേ ഉള്ളൂ, അല്ലാതെ അല്ലടാ ഇപ്പം പറഞ്ഞ ഇപ്പം ആൾക്കാർ ഈ ഒരു എല്ലാ വർഷവും ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് എപ്പോഴും ചർച്ച ചെയ്യണത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇതായിരിക്കും. അത് കഴിഞ്ഞിപ്പം സെക്കൻഡ് സീസണിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടി. ഇപ്പൊ ഈ സീസണിൽ എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയാം ആദ്യം ഔട്ടായ. ഈ സീസണാണ് എല്ലാരെയും ഈ 25 കണ്ടസ്റ്റൻസിനും ഒന്ന് ഇത് ബിഗ് ബോസിൽ വന്നിട്ടുണ്ടെന്ന് അറിയിക്കാൻ 25 കണ്ടൻസിന് ഈ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ആളാണല്ലോ എന്ന് മനസ്സിലാവുള്ളൂ. പണ്ടൊക്കെ കുറച്ചുപേരൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് ഇപ്പൊ അവിടെ പോയിട്ടുണ്ടോന്ന് പോലും അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പം 25 പേര് കണ്ടവർക്ക് ആ 25 പേരെ ഫെമിലിയർ ആണ്, അതൊരു പ്രത്യേകതയാണ്. അല്ല ഇതില് എനിക്ക് തോന്നുന്നു കുറച്ചുപേരല്ലാതെ ഇപ്പൊ ലാസ്റ്റ് ആയ കുറച്ചുപേരല്ല, മീൻസ് ലാസ്റ്റ് നിന്ന കുറച്ചുപേരല്ലാതെ പെട്ടെന്ന് ഔട്ടായ ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് കേൾക്കുന്നത്. ആദ്യം ഔട്ടായിട്ട് ഇത് കാണണ്ടേ, ഈ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഔട്ടായി വന്നിട്ടേ ഈ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോഴേ അവിടെ ഞാൻ ഉണ്ടായിരുന്ന എന്റെ കയ്യിലാനും കിട്ടണം ആടിക്ക് കൈ ആ ഒരു സാധനം ഭയങ്കരമായിട്ട് വരുമെന്ന് കേൾക്കുന്നു. എന്താ പറയുക, ഡിപ്രഷനൊക്കെ. ഇത് ഈ ഒരു ഇതില് ഇപ്പൊ PR-ന്റെ സാധനം പറഞ്ഞില്ലേ, ആ PR-ന്റെ ഒരു എഫക്റ്റ് കാരണം കുറെ പേർക്ക് ബുദ്ധിമുട്ട് വരും. കാര്യം ഇപ്പം ഒന്ന് ഈ ഇതിലെ 1 മണിക്കൂർ എഡിറ്റ് ചെയ്ത് അവരുടെ രീതിക്കാണ് അവരുടെ ഒരു പെർസ്പെക്റ്റീവ് ഇറക്കി വിടും. ഇപ്പോൾ ഒരു 24 മണിക്കൂറിൽ സംഭവിക്കുന്ന സാധനങ്ങളായിരിക്കില്ല ചെയ്യണത്. അപ്പൊ അതും പിന്നെ ഒരു 30 സെക്കൻഡ് എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേക്ക് എന്തിനാണ് വരണതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഷോർട്സ് ആണ് കൂടുതൽ വൈറലാവണതും. പിന്നെ ഇതിപ്പോ നമ്മുടെ ഇതിലാണെങ്കിൽ ഹേറ്റ് കമന്റുകൾ വായിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരൂലേ, മനസ്സിലായിട്ട്. അപ്പൊ അവര് നോക്കുമ്പോ മറ്റേ ഇങ്ങനെ അവരെ പേരെന്തരായിരുന്നു, കട്ടപ്പാന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതായിരിക്കും എനിക്ക് തോന്നുന്നു തിരിച്ചു വന്നപ്പോ അവര് തീർത്തത്. ശരിയാണ്, അത് വായിക്കുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നം. അവരുടെ പോയിന്റ് ഓഫ് വ്യൂല് ചിലപ്പോ അതായിരിക്കില്ല. പിന്നെ ആര് നോക്കിയാലും ചിലപ്പോ അവർക്ക് ഇങ്ങനെ കട്ടപ്പയെ നോക്കുന്നു അങ്ങനത്തെ രീതി. ബിഗ് ബോസില് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട്. എനിക്ക് ഇപ്പോഴാണ് ഈ കൂടുതൽ പ്രശ്നം പറയണേന്ന് തോന്നുന്നു. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പോയിട്ടില്ല, ആദ്യമൊക്കെ ഔട്ടായാലും അവരൊന്നും ശ്രദ്ധിക്കൂല, ഉണ്ടായിരുന്നു എന്നൊക്കെ നോക്കിയിട്ട് വിടുള്ളൂ. ഇതിപ്പം എല്ലാം നല്ല എല്ലാരും വൈറലായി. ഇടയ്ക്ക് ഒരു സീസണിലുണ്ടായിരുന്നില്ല ഇടിച്ചിട്ട് ഔട്ടായ റോക്കി റോക്കി കുറെ റീലൊക്കെ വരുള്ളൂ. അങ്ങനെ ഇടയ്ക്കിരുന്ന് പറയും ഞാൻ വന്ന് അങ്ങനെ അവസാനം വരെ ആ സീസണിൽ അങ്ങനെ വിളിക്കുമെന്ന് പറഞ്ഞു. അതാണ് എനിക്ക് തോന്നുന്നത്, അതാണ് ലാസ്റ്റ് വന്നത്. കഴിഞ്ഞ സീസണിൽ കുറച്ചെങ്കിലും ഒന്ന് പുറത്തു പുള്ളി എന്തോ അവസാനം വരെയും പറയുമായിരുന്നു തോന്നുന്നു, എനിക്ക് എന്നെ തിരിച്ചെടുക്കും ബിഗ് ബോസ്, അവസാനം എന്നെ വൈൽഡ് കാർഡ് എൻട്രിയിൽ വിളിക്കും. അത് ഇടിച്ചിട്ടേടാ മറ്റേ പ്ലേറ്റ്, ഇവിടത്തെ പ്ലേറ്റ് ഒക്കെ മാറ്റി താടിയില് സ്ക്രൂ ഇട്ടു. എന്നിട്ട് ഭയങ്കര ഇതായിട്ടിരിക്കും. അത് നല്ല ഇടി, അത് കണ്ടു. ഇവിടെ ഇവിടുത്തെ പൊട്ടോടാ ഇങ്ങനെ അടിച്ചതുമല്ല, കേസാവൂലേ? കേസ് അവന് കൊടുക്കാം, കൊടുത്തില്ല. അല്ല ഈ തലയ്ക്ക് മുകളിലാകുമ്പോഴത്തേക്ക് മറ്റേ സാധനം വരും, കഴുത്തിന് മുകളിലാകുമ്പോഴത്തേക്കും. ഇത് അടിക്കണേണെങ്കിൽ ഇത് ഇങ്ങനെ പഞ്ചാണ് ചെയ്തത്. പുള്ളിക്ക് ഇതേപോലെ എന്തോ ഇതുണ്ടായിരുന്നു ആ സമയത്ത്, ഇത് വിഡ്രോവൽ സിൻഡ്രോം ആയിരുന്നു തോന്നുന്നുണ്ടായിരുന്നു. കാണും. പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ, ഇടിച്ചിട്ട് പോവുകയും ചെയ്തു. എന്നിട്ട് ഭയങ്കരമായിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഇത് കാലുപിടിക്കും ബിഗ് ബോസിന്റെ, എന്നെ എങ്ങനെയെങ്കിലും കയറണമെന്ന് പറഞ്ഞിട്ട്. അല്ല മറ്റവനും പറയും
കേട്ടണേ കുഴപ്പമില്ല എന്ന് പറയും, പക്ഷേ ഇങ്ങനെ സമ്മതിക്കൂല. ഇതൊന്നും അവര് അമ്മാതിരി സാധനം ഇല്ലേ ചെയ്യും. ഇതൊന്നും കേട്ടോ, വേണമെങ്കിൽ റോബിനെ കേട്ടായിരുന്നു. അല്ല ചെറിയ തള്ളു, ഇപ്പൊ ചെറിയ അടി, ഇപ്പൊ ഹോസ്പിറ്റലൈസ് ആവാത്ത രീതിയിലുള്ള അടിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഒരുമാതിരി മറ്റേ അല്ല അത് കേട്ടോ ഒക്കൂല. അതും പിന്നെ മറ്റേ കണ്ണിൽ തേച്ചതും കണ്ണിൽ തേച്ച് കണ്ണില് മുളകോടി മുളകാണ് അത് കളിക്ക് തേച്ചാണ് അങ്ങേര്. അത് അത് ഇത് ടാസ്കിനിടയ്ക്കാണ് അങ്ങേരെന്തൊരു മറന്നുപോയി, ഓർമ്മ ഉണ്ട്. എന്തൊരു സ്കൂളിൽ എന്തൊരു സാധനം അത് തന്നെ കുസൃതി കുസൃതി എന്നും പറഞ്ഞിട്ട് മറ്റേ ഇത് മുളക്. എനിക്കോട് പുള്ളി ഓറഞ്ചിന്റെ തോട് കണ്ണിൽ അടിക്കുന്ന സെറ്റപ്പിൽ അടിച്ചായിരിക്കും. നമ്മൾ ഓറഞ്ചിന്റെ തോടൊക്കെ പണ്ട് കൊച്ചില് അത് തന്നെ നീറും, അത് തന്നെ ഭയങ്കര നീറ്റിലാണ് ഓറഞ്ചിന്റെ തോട്. അല്ല അന്ന് ഭയങ്കര കണ്ണിന് ഭയങ്കര തീനമുണ്ട്. മറ്റേ ചെങ്കണ്ണായിരുന്നു ഫുള്ള്. എനിക്ക് തോന്നുന്നു ആ സീസൺ ഫുള്ള് ചെങ്കണ്ണിന്റെ ഒരു ഓർമ്മ ഉണ്ടാവും. സ്വിമ്മിംഗ് പൂളൊക്കെ അടച്ചിട്ട് ചെങ്കണ്ണ് മറ്റേ എന്തോ കണ്ണിന്റെ അങ്ങനെ കുറച്ചുപേരെ മാറ്റി കുറച്ചുപേര് തിരിച്ചു വന്ന് ആ അലമ്പായി. അതിന്റെ ഇടയിലാണ് അത് കഴിഞ്ഞ ആളിന്റെ ഇടയിലാണ് അത് ഇച്ചിരി അങ്ങേര് കടുത്തു. കഴിഞ്ഞുകൊണ്ടൊരു മനുഷ്യന്റെ കണ്ണിലാണ് ഇത് അടിച്ചു കൊടുക്കണമെങ്കിൽ കണ്ണൊക്കെ അടിച്ചു പോകും ചിലപ്പോ. അല്ല റോബിനെ എനിക്ക് തോന്നുന്നു റോബിൻ അത് വെച്ച് റോബിന്റെ അങ്ങനെ അത്ര വലിയ പ്രശ്നമല്ല. പുറത്താക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ഇപ്പോഴും ഫിസിക്കലായിട്ട് തള്ളയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഈ സീസണിലും ഉണ്ട്. റോബിന്റെത് ഔട്ടാക്കേണ്ട സാധനമല്ല, കുറച്ചും കൂടെ വേണമെങ്കിൽ ഇരുത്തായിരുന്നു തോന്നുന്നു. അത് ശരിയാ, പക്ഷെ ശരിയാണ് അങ്ങനത്തെ വലിയ സംഭവം ഒന്നും ചെയ്തില്ല. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയോ പിടിച്ചേ? അല്ല സാബുമോനും പിടിച്ചായിരുന്നു അങ്ങനെയാണെങ്കിൽ. ഫസ്റ്റ് സീസണിൽ ഫുക്രു ഒക്കെ ഉണ്ടായിരുന്ന സീസണിലും എന്തോ ഉണ്ടായിരുന്നല്ലോ, അടിയാ പിടി എന്തൊക്കെ ഫുക്രു. അയ്യോ അങ്ങനെ അവരൊക്കെ അതിൽ ഫുക്രുവിന് ഇപ്പൊ ഓർമ്മയില്ല. ശരിയാണ്, നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്, പോഡ്കാസ്റ്റ് വന്നിട്ടുണ്ട്. അത് ബിഗ് ബോസിൽ പോണതിന് മുന്നേ ആയിരുന്നു. കഴിഞ്ഞിട്ടാണോ? ശരി ശരി. പിന്നെ ഈ സീസണിലാണ് എനിക്ക് തോന്നുന്നത് റിവ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ പൈസ വാരിയത് ഈ സീസൺ തന്നെയായിരുന്നു. കുറെ പേർക്ക് നല്ല ഒരു എന്ന് വെച്ചാൽ അവര് ആ ഏഷ്യാനെറ്റില് അവര് തന്നെ അക്നോളേജ് ചെയ്തു. അതായത് ഇങ്ങനെ ഇതൊരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു എക്കോ സിസ്റ്റമാണ്. അപ്പൊ അതിൽ കുറെ പേര് ഇങ്ങനെ ജീവിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. പക്ഷെ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്നും കൂടെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു. അല്ല അവര് ലാസ്റ്റില് മറ്റേ ഇന്റർവ്യൂ എടുക്കുന്ന ആളല്ല, മറ്റേ അവാർഡ് കൊടുക്കാൻ നേരത്തെ അതിന്റെ ഏഷ്യാനെറ്റിന്റെ മലയാളി വന്നിട്ട് പറഞ്ഞു. കാര്യം അത്രയും ബുദ്ധിമുട്ടായെന്ന് തോന്നണം അവർക്ക്, ഇല്ലേ അങ്ങനെ പറയൂല. മറ്റേ ഈ ഇവർ ഔട്ട് ആവണതിന് മുന്നേ ഒക്കെ തന്നെ ഇവര് ലീക്ക് ചെയ്യും. കാരണം ഒരു സസ്പെൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒരു ഭയങ്കര ഒരു ഹൈ റേറ്റിംഗ് കിട്ടണ ഒരു ഫാക്ടർ അല്ലേ, അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ എന്നിട്ടും TRP റേറ്റിംഗ് കൂടുതലായിരുന്നു. അതിന് മാത്രം കണ്ടന്റുകളാണ് ഇതിന് കിട്ടിയത്. ഇത് മാത്രം കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ നമ്മള് റിവ്യൂ ചെയ്യാത്തതിൽ ഖേദിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ആ പ്ലാൻ ഉണ്ടായിരുന്നു തന്നെ, കാണൂല. കാണണോടാ 2 മണിക്കൂർ ആക്ച്വലി കണ്ടാലും മതി. അതിനും അത് സംസാരിക്കാൻ കുറെ ഉണ്ടായിരുന്നു. കാര്യം ഈ മറ്റേ ഫസ്റ്റ് തന്നെ മറ്റേ ഇവര് ഈ പുതപ്പ് എടുത്തു വെച്ചിട്ട് കാണിച്ചത്, മറ്റേ ഇമ്മോറൽ ട്രാഫിക് എന്നൊക്കെ കട്ടിലില് സംഭവിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അത് ഒരു എനിക്ക് തോന്നുന്നത് അതിന് മുന്നത്തെ സീസണിലൊക്കെ ആയിരുന്നു ചിലപ്പോൾ പുറത്തു പോകാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നു ഈ സാധനം. പക്ഷെ ഈ പ്രാവശ്യം അവര് പുള്ളിക്കാരിയുടെ PR-ന്റെ ഗുണം കൊണ്ടായിരിക്കും അവർ നന്നായിട്ട് വെളുപ്പിച്ചത്, നന്നായിട്ട് സെറ്റ് ചെയ്തത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അവര് കാണിച്ചു കൊടുത്തത്. അതിന്റെ ആവശ്യം ഉണ്ടായി. 2 പ്രായപൂർത്തിയായ ആൾക്കാര് ഇല്ല, എന്താ പ്രശ്നം കാണുന്നവർക്കും പ്രശ്നം. പക്ഷെ അവരുടെ ആ ഒരു എക്സ്പ്ലനേഷനും അവരിങ്ങനെ മറ്റേ കിടന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇതൊക്കെ കാണിച്ചു കൊടുക്കലും, അത് പറഞ്ഞാൽ നമ്മള് മറ്റേ ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ടേ അതെല്ലാരും കാണണം എന്നുള്ള രീതിക്ക് ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീൻ സ്പേസിൽ അങ്ങനെ ചെയ്യുന്നതാണ്. എല്ലാരും എന്താ പറയാ വസ്ത്രാക്ഷേപം പോലത്തെ ഒരു പരിപാടിയാണ്. എല്ലാരും ഇരുത്തിയിട്ട് നിർത്തി കാണിച്ചു കൊടുക്കണം. പിന്നെ ഉണ്ടായിരുന്നില്ല വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത വീട്ടിൽ കയറ്റാൻ കൊള്ളാം. അതിലാണ് മോഹൻലാൽ പറയണത് എന്റെ വീട്ടിൽ ഭയങ്കര രസമായിരുന്നു.
പിന്നെ മോഹൻലാൽ നല്ലപോലെ മാറി അവരുടെ അങ്ങയുടെ ആങ്കറിങ് ഒക്കെ ഭയങ്കര രസം. വീക്കെൻഡ് എപ്പിസോഡൊക്കെ ആൾക്കാർ കൂടുതലും കാണുമായിരുന്നു. പിന്നെ മറ്റേ നെവിന്റെ ക്യാരക്ടർ ഭയങ്കര ഒരു വ്യത്യസ്തമായ ക്യാരക്ടറുള്ള ഒരു മനുഷ്യൻ. പക്ഷെ അങ്ങനെ റീലിലൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ള. ഫുള്ള് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. അപ്പം ഇത്തിരി ടെറർന്നല്ലേ പറഞ്ഞ ആരാണ് നെവിൻ. പക്ഷേ എനിക്ക് റീലിലെ കാണുമ്പോൾ നല്ല രസമുണ്ട്. അങ്ങേര് കുറച്ച് ആക്റ്റീവാണ്. അതെ, വീട്ടില് അച്ഛനും അങ്ങേരെ ഭയങ്കര കാര്യം. ഇങ്ങേര് മറ്റേ എന്താ എടുത്തെറിയുമല്ലോ, പാലെടുത്തെറിഞ്ഞിട്ട് മറ്റേ ഷാനവാസം കണ്ട വീഴും. ഇങ്ങനെ അങ്ങേർക്ക് അറ്റാക്ക് വന്നെന്ന് പറഞ്ഞ് വീഴും. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഷാനവാസം തിരിച്ചു വരും. അപ്പൊ അച്ഛൻ തന്നെ ഇരുന്ന് പറഞ്ഞു, ഈ 2 ദിവസം ഹാർട്ട് അറ്റാക്ക് 2 ദിവസം കൊണ്ട് മാറും. അച്ഛനൊക്കെ നെവിനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നെവിൻ ഭയങ്കര ഒരു രസമായിരുന്നു. അതില് ഇപ്പൊ അനുമോള് ജയിച്ച് അതില് ഡിസർവിങ് എന്ന് പറഞ്ഞേലേ ഇപ്പൊ അതിൽ ഒരുപാട് പേര് അനീഷ് ഡിസർവിങ് ആണ്, അനുമോളെക്കാൾ ഡിസർവിങ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവർ രണ്ടുപേരും വെച്ച് നോക്കുമ്പോഴേ അനീഷിനേക്കാൾ ഡിസർവിങ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഫൈനലില് ഈ അനീഷിന് പകരം വേറെ ആരെങ്കിലും നെവിനോ ആര്യനോ അവരാരെങ്കിലും വന്നിരുന്നെങ്കിൽ ചിലപ്പം. പക്ഷെ അനീഷ് വെച്ച് നോക്കുമ്പോ എനിക്ക് ഡിസർവിങ് ആയിട്ട് തോന്നുന്ന അനുമോളാണ്. അത് ഇതില് ഇപ്പം അനീഷും അനുമോളും എന്ന് പറഞ്ഞ സംഭവമില്ലേ, അനീഷ് ഫൈനലിൽ എത്തും. കാര്യം ഇവര് രണ്ടുപേരും ഇപ്പം മലയാളം ഓഡിയൻസിന്റെ ഒരു കോമൺ ഓഡിയൻസിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇതാണ് റൈറ്റ് കാൻഡിഡേറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫൈനൽ. ഇപ്പം ആര്യനൊന്നും അങ്ങനെ അവര് ജയിപ്പിച്ചുകൂടില്ല. ചിലപ്പോൾ ആ പുതിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങനെ ഒരു എൻഗേജിങ് ആവണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ചിലപ്പോൾ അതായിരിക്കും. പക്ഷെ അല്ലാതെ ഇപ്പം ഒരു കോമൺ ഓഡിയൻസിനൊന്നും അങ്ങനെ കോമൺ ഓഡിയൻസിന് ജയിപ്പിച്ചു വിടാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു ഷാനവാസ്, അനീഷ്, അനുമോള്. അങ്ങനത്തെ ടെംപ്ലേറ്റ് ആണ് ആൾക്കാർക്ക് ഇഷ്ടം. ഒന്നീ ഒരു മെസ്കുലിനിറ്റി മറ്റേ ടോക്സിക് അത് വേണം, അല്ലെങ്കിൽ ഇതേപോലെ ഇത് വേണം, അല്ലെങ്കിൽ കോമണർ സാധാരണക്കാരുടെ മനുഷ്യനാണ്. അപ്പം അതെ, അങ്ങേര് ഇപ്പം റെപ്പറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങേര് ടെംപ്ലേറ്റ് പിടിച്ചിട്ടാണ് പോയത്. മറ്റേ ഒറ്റപ്പെട്ട് കിടക്കുക, റെപ്പറ്റേറ്റീവ് ആയിട്ട് പറയുക. അല്ല, അയാൾക്ക് പ്രത്യേകിച്ച് കഴിവുകൾ അങ്ങനെ ഒന്നുമില്ല. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ ഡിക്ലൈൻ ആയി പോണത് അങ്ങേരായിരിക്കും. ഈ ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം അങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധ്യത ഇല്ലാത്തതും അങ്ങേരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാം, പേഴ്സണൽ അഭിപ്രായമാണ്. ചിലപ്പോൾ അങ്ങനെ 5 വർഷം ലീവ് എടുത്ത് ലൈംലൈറ്റ് നിൽക്കാൻ ഇത്തിരി പാടായിരിക്കും പുള്ളിക്ക്, എനിക്ക് തോന്നുന്നു. ഇപ്പം അനുമോൾ അതൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അഭിനയിക്കൂടെ. ആ മറ്റേ വീക്കെൻഡിലൊക്കെ വന്നിട്ട് ഈ സ്വന്തമായിട്ട് കള്ളം ചെയ്തിട്ടും അഡ്മിറ്റ് ചെയ്യൂല. അമ്മാതിരി അങ്ങനെ ഒരു നിൽക്കും. എടാ, ഞാൻ ഈ വീക്കെൻഡ് കണ്ടിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കും. അവിടെ അങ്ങേര് വല്ലതും പറഞ്ഞാൽ പോലും മോഹൻലാലിനെ പോലും എണീക്കാൻ പോലും അർഹരല്ല. അങ്ങനെയൊന്നും മോഹൻലാൽ ആരെടുത്തും പറഞ്ഞിട്ടില്ല. ദേഷ്യം വന്നാലും കാര്യം സാബുമോനൊക്കെ മോഹൻലാലിന് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് പണ്ട്. എന്നിട്ടും സാബുമോൻ വന്നിട്ടും അങ്ങേര് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നിട്ടും ഞാൻ കണ്ടുകൊണ്ട് ചെയ്തതൊക്കെ എവരെടുത്ത് ടെററായിരുന്നു മോഹൻലാൽ. എന്താണെന്ന് എനിക്ക് എവരെടുത്ത് കണ്ടിട്ടില്ലേ, ടെററായിരുന്നില്ലേ? പണ്ട് വന്നിട്ടുള്ളതാണ് പണ്ട് 5 വർഷം മുന്നേ ആണ്. പക്ഷേ ഞാൻ കണ്ടതിന്റെ ഇതില് അഭിപ്രായം പറയണേ, എന്റെ പേഴ്സണൽ അഭിപ്രായം പറയണേ. പക്ഷെ ഇപ്പൊ ഒരു അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ PR-കാർക്ക് അത് വെളുപ്പിക്കാന്ന് പറയുന്നത് പാടാണ്. അതൊരു സംഭവം. പക്ഷെ ഇത് അഡ്മിറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് കാണിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് മറ്റവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ളൊരു ഒരു കേയോസ് ആണ് അവിടെ ഉണ്ടാക്കി വീണത്. അതിന് പുള്ളിക്കാരി ഗെയിം തന്നെ, പക്ഷെ വല്ലാത്ത ഗെയിമുകളായിപ്പോയി. എനിക്ക് അവര് ഒട്ടും ഇഷ്ടപ്പെടാത്തത് മറ്റേ അക്ബർ ഇവര് വുമൻ കാർഡ് ഇറക്കിയത്. അത് ഭയങ്കര മോശമായിട്ട്. കാര്യം ഇങ്ങനെ ഒരു ഗെയിമിന് വന്നിട്ട് മറ്റേ തൊട്ടതിനും പിടിച്ചതിനും മറ്റേ ജാക്കി വെച്ചെന്നൊക്കെ പറയണത് അതൊരു മാതിരി വെറും ചീപ്പ്. അത് ഭയങ്കര ക്യാരക്ടർ അസാസിനേഷൻ ഭയങ്കര മോശമായിട്ടാണ്.
പിന്നെ കരച്ചിലൊരു ഭയങ്കര ഒരു ഇതല്ലേ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു കണ്ണീര് വെച്ച് നോക്കുകയാണെങ്കിൽ അനുമോളായിരിക്കും അവിടെ ഈ 7 വർഷം വരെ ഉള്ളതില് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള അതെ. പിന്നെ ഒരുപാട് ഇതുണ്ടായിരുന്നു, ഒരുപാട് എനിക്ക് ആ മോഹൻലാലിന് പുള്ളിക്കാരന് ആ ഒരു ഇപ്പം അങ്ങേര് ഒരു ദേഷ്യം തോന്നുന്നെങ്കിൽ അതിന് ഞാൻ കുറ്റം പറയും. അമ്മാതിരി പെർഫോമൻസ് അവർ ചെയ്തിട്ടുണ്ട്. നിന്റെ ഫേവറേറ്റ് ആരായിരുന്നു? എന്റെ ഫേവറേറ്റ് നെവിനായിരുന്നു. നെവിൻ. നെവിന് അല്ലെങ്കിൽ അക്ബർ ആയിരുന്നു. ഞാനും നെവിന്റെ കുറെ ഇത് കണ്ടപ്പോ എനിക്ക് കൊള്ളായിരുന്നു. അങ്ങേര് നല്ല നെവിനായിരുന്നു നല്ലൊരു ഇതാണ്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ജയിക്കൂല, അത് ഉറപ്പാണ്. കാര്യം കൊള്ളാം, കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാളാണ്. ജയിക്കാനുള്ള ഒരു കാര്യം അങ്ങനത്തെ ഒരു ക്യാരക്ടർ മലയാളത്തിൽ ഭയങ്കര പാടാണ്, ജയിപ്പിക്കുക എന്ന് പറയുന്നത് പാടാണ്. അല്ല, പുള്ളി അത് ബോധേടും അല്ലാത്ത ഒരു ഇതാണ്. അതായത് അങ്ങേര് ചെയ്യണം, അങ്ങേര് ജെന്യൂൻ ആയിട്ട് അങ്ങനെയാണെന്ന് തോന്നണം. ചിലരാണെങ്കിൽ കുറച്ച് ഇതൊക്കെ ഹൈഡ് ചെയ്യാൻ നോക്കൂലേ, പക്ഷെ അങ്ങനെ നന്മമരം കളിച്ചൊന്നുമില്ല. അങ്ങേര് അങ്ങനെയാണ് കൊള്ളായിരുന്നു. വെച്ചാൽ മോഹൻലാലായിട്ടുള്ള കുറെ കോൺവെർസേഷൻ കാണും, അപ്പൊ അതിലൊക്കെ അങ്ങേര് ഇതായിട്ട് പറയും. അല്ല, ആര്യന് നല്ലതായിരുന്നു. ആര്യ എന്ന് വെച്ചാൽ എനിക്ക് ഇപ്രാവശ്യം ഉള്ളതിൽ ഇപ്പൊ കണ്ടസ്റ്റൻസ് ഉള്ളതില് ഭയങ്കര ഫിയർലെസ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ഇമേജ് കോൺഷ്യസ് ഉണ്ടല്ലോ, അതില്ലായിരുന്നു. ആദ്യമൊക്കെ ഉള്ളവരെയൊക്കെ അവര് പറഞ്ഞു വിട്ട്, ആദ്യമേ എവിക്റ്റ് ആയി. പിന്നെ ഉള്ളവർക്കും അങ്ങനെ ഒരു ഇമേജ് വെളിയിൽ എന്താവും അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. ആര്യനൊന്നും ഭയങ്കര ഫിയർലെസ് ആയിരുന്നു. നെവിൻ ഇല്ല, അനുമോൾ ഉൾപ്പെടെ എല്ലാരും എന്ന് വെച്ചാൽ പുറത്ത് ഇങ്ങനെ ആവും അങ്ങനെ ഒരു പേടി ഇല്ല. അത് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നി. ബാക്കിയുള്ളവരൊക്കെ അവിടെ കരച്ചിലൊക്കെ പുറത്ത് എന്താവും ഇതാവും നെഗറ്റീവ് ആവോ എന്നുള്ള ഒരു പേടി. ആദ്യം ഔട്ടായവരും പിന്നെ വന്നപ്പോ അവർക്ക് എനിക്കൊന്നും അപ്പാനി രവിക്കൊക്കെ അപ്പോഴും ഉണ്ടായിരുന്നു. ഈ മസ്താനി, അയ്യോ അത് ഭയങ്കര സംഭവമായിരുന്നല്ലോ. അവര് പെട്ടെന്ന് പോയല്ലേ, അവര് ഒരാഴ്ച എനിക്ക് തോന്നുന്ന ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹേറ്റർ ഹേറ്റ് വാങ്ങിയിട്ടാണ് പോയെന്ന് തോന്നുന്നു. പക്ഷെ തിരിച്ചു വന്ന് ഓക്കെ ആക്കി, തിരിച്ച് റെഡിയാക്കി. ഒരു സംഭവമാണ് ബിഗ് ബോസിൽ പോവാന്ന് പറയണത്. ഒരു ഡബിൾ സൈഡഡ് സോഡാണ്. യവൻ പോകുന്നാണ് പറഞ്ഞത്, അവനും പോകുന്നു. ഇത് വീട് യവൻ പോവില്ല, എനിക്ക് നല്ല ഉറപ്പാണ് യവൻ പോവില്ല. യവൻ പോകും, വിളിച്ചാലോ പോകുമായിരിക്കോടാ. ഇവൻ ചിലപ്പോ അനീഷിനെയൊക്കെ പോയി കോമൺ ആയിട്ട് പോയിട്ട്. നിനക്ക് നീ അവനെ അറിഞ്ഞ ഇപ്പൊ എത്ര വർഷമായി? ഞാൻ ബിഗ് ബോസ് കാണാറ് പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് അവര് വിളിക്കുന്നത്? കാണാത്തവരൊക്കെ പോയിട്ടുണ്ട്. ഷാനവാസ് കണ്ടിട്ടില്ലെന്ന്. കണ്ടിട്ടില്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ ഗെയിമൊക്കെ അവർ അറിയണത് ഇങ്ങനെയൊക്കെയാണെന്ന്? അത് അവിടെ അവര് പറയും ഷാനവാസ് കണ്ടിട്ടില്ല. സീക്രട്ട് ടാസ്ക് വന്നപ്പോഴേ അങ്ങനെ വിചാരിച്ചു എന്തോ സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞ സാധനം കൊടുക്കും, ഒരു സാധനം കൊടുക്കും. അപ്പോഴേ അങ്ങേര് വിചാരിച്ച് സീക്രട്ട് ആരോ എന്നെ പറ്റിക്കാൻ വന്നതാണ്. അത് സീക്രട്ട് ടാസ്ക് ഒരാള് പോയിട്ട് ബാക്കി എല്ലാരും ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ച് ടീമിലാക്കി ബാക്കിയുള്ളവരെ പറ്റിക്കണം, അങ്ങനെ എന്തോ സംഭവം. അപ്പം ഇയാളെടുത്ത് പറഞ്ഞപ്പോഴേ ഇയാള് വിചാരിച്ച് ഇയാളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരടുത്ത് മൊത്തം നിന്നിട്ട് അത് പറയണത് കോമഡിയാണ്. ഇങ്ങനെ മറ്റേ ഒരു സ്ഥലത്ത് നിന്നൊരു സീക്രട്ട് ടാസ്ക് ആണ്, അവിടെ എന്തോ ഒരു ടാസ്ക് ചെയ്യുന്നുണ്ട്, സീക്രട്ട് ടാസ്ക് ആണ്, ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട്, സീക്രട്ട് ടാസ്ക് നടക്കുന്നത് എല്ലായിടത്തും പോയി പറഞ്ഞു കൊളമാക്കി എല്ലാവരും. ബിഗ് ബോസിനെതിരെ കളിച്ചല്ലേ? ബിഗ് ബോസിനെതിരെ കളിച്ചതല്ല, അങ്ങേര് വിചാരിച്ച അങ്ങേർക്കെതിരെയാണ് ബാക്കിയുള്ളവന്മാര് കളിക്കണേ. അതുകൊണ്ട് അറിഞ്ഞൂടാ. അല്ല, ഇടയ്ക്ക് ഒരു സാധനം കണ്ട് മറ്റേ തൊപ്പിയും മാരാരുമായിട്ട് പ്രശ്നത്തിൽ പറയുമല്ലോ. ഇങ്ങനെ പറയും, നീ പണ്ട് ബിഗ് ബോസിൽ പോകില്ലെന്ന് പറഞ്ഞിട്ട് നീ പോയില്ലേ, അത്രത്തോളം ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു സാധനം ഞാൻ കുറച്ച് കേട്ടെ. എനിക്ക് തോന്നുന്നു വിക്കി തക്കിന്റെ എന്തോ സാധനമാണ് കേട്ടോ. വിക്കി തക്ക് ഇതേപോലെ കുറെ സാധനങ്ങൾ റിയാക്ട് ചെയ്യും, നല്ല രസമാണ് കേട്ടോ. അങ്ങേരുടെ ഭയങ്കര രസമാണ്, ഭയങ്കര എന്റർടൈൻമെന്റ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ സാധനങ്ങൾ അങ്ങനെ പറയും. റിലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചില സമയത്ത് ഒരു തെറി വിളിച്ചു അലിൻ ജോസ് ഒക്കെ വന്നിരിക്കുമ്പോഴത്തേക്ക് പറഞ്ഞ് വിളിക്കും. നമുക്ക് കാണാം ഇപ്പം ഒരു 18+ ആണ് ചില, പക്ഷെ നല്ല രസമാണ്, നല്ല രസം. അപ്പൊ പുള്ളി ഇവർ രണ്ടുപേരെയും സാധനം എടുത്തിട്ട് ഇവർ രണ്ടുപേരെയും കൂടി എടുത്തിട്ട് കാണിക്കും. അപ്പൊ അതില് ഈ തൊപ്പി നല്ലോണം സംസാരിക്കൂടാ, മെച്ചോർഡായിട്ട് സംസാരിക്കുമെന്ന് എനിക്ക്. മെച്ചോർഡല്ല, നല്ല കറേജ്. ചീത്ത വിളിച്ചു മെച്ചോർഡൊന്നല്ല, പക്ഷെ അവന്റെ കറേജ് ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചു ഇപ്പം അയൽമാരോട് ഭയങ്കരമായിട്ട് സംസാരിക്കും, വായ്ത്താളം ഓടിക്കാൻ ഭയങ്കര നല്ല രസമാണെങ്കിൽ ഭയങ്കരമായിട്ട് വായ്ത്താളം ഓടിക്കും.
പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇവന് പിടിച്ചിരിക്കാൻ പറ്റൂല. പക്ഷെ ഇവൻ കട്ടക്ക് ഇവൻ അങ്ങേരെ റേസ് ചെയ്യിക്കും, അങ്ങേരെ ഇമോഷണലി അങ്ങേരെ കൊണ്ട്. അങ്ങേര് മറ്റേ എപ്പോഴും അങ്ങേരാണ് ട്രിഗർ ആവണത്. അങ്ങേർക്ക് എപ്പോഴും ഇതുണ്ട്, ഈ മറ്റേ ഇയാള് വേറെ യൂണിവേഴ്സിറ്റി മാടമ്പിത്തരം മറ്റേ ഇവൻ മറ്റേ ഇവന് ബുദ്ധിയില്ലാത്തവനാണ് മറ്റേ കോമഡി മറ്റേ അഖിൽമാരോ നീ നിന്റെ ലെവലിലോട്ട് എനിക്ക് താഴാൻ പറ്റുള്ളൂ അങ്ങനെ എന്തെല്ലാം പറഞ്ഞു. അപ്പോഴും കണ്ടാണ് അത് നീ സംസാരിക്കുന്ന വിഷയം പറ, ഞാൻ പറയാമെന്ന് ഞാൻ പറയാം. അപ്പൊ നീ റഷ്യ വിപ്ലവത്തിനെ കുറിച്ച് പറയാം. അവന്മാരും മറ്റേ കൊച്ചു പിള്ളേർ നമ്മൾ ഈ സ്കൂളിലൊക്കെ പറയും, കൊച്ചു പിള്ളേർ പറയും നീ അത് പറ. അതില് എനിക്ക് പുള്ളി കുറച്ച് നല്ല ട്രിഗേർഡ് ആയിക്കാം, നല്ല ട്രിഗർ ചെയ്തെങ്കിൽ ഈ സംവാദം. അത് ആദ്യമേ മറ്റേ ഇവനെത്ര 27 വയസ്സാകണ്ടേ, 26-27 വയസ്സേ ഉള്ളൂ. അപ്പോഴാദ്യമേ എടാ നീ എന്നൊക്കെ വിളിക്കുമ്പോഴേ ട്രിഗർ ആവും. ആദ്യം എന്തോ മാന്യമായിട്ട് എന്നെ സംസാരിക്കും, എന്നിട്ട് പിന്നെ എടാ വിളിയാവും. പിന്നെ അപ്പോഴാണ് പിന്നെ ഇവന്റെ ഇങ്ങനെ എന്തോ വിളിക്കും. അപ്പോഴും മറ്റോ അങ്ങേര് പറയും നീ എടാ പോടാന്ന് വിളിച്ചല്ലോ. കള്ളനെ പിന്നെ എടാന്നല്ല എന്തിനു വിളിക്കും, പിന്നെയും പെട്ടു. അല്ല പുള്ളി ഈ സംവാദമൊക്കെ വരുമ്പോഴേ കുറച്ച് കാമായിട്ട് നിൽക്കുന്നവർക്കാണ് സംസാരിക്കാനും പോയിന്റ് പറയാനും പറ്റണത്. ട്രിഗർ ആയി കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് പോയിട്ട് ശബ്ദം ഉണ്ടാക്കി ഡോമിനൻസ് ഉണ്ടാക്കാനേ നോക്കുള്ളൂ. സത്യം പറഞ്ഞാൽ അത് ജയിക്കൂല, ശ്രദ്ധിച്ചാൽ മതി. ഈ അതിലങ്ങനെയാണ്, കാമായിട്ട് പോയിന്റ് പറയണവരെ ജയിക്കുള്ളൂ. ഇതിലെനിക്ക് യവനായിരുന്നു കുറച്ചും. അല്ല യവന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു, കുറച്ച് ന്യായം ഉണ്ടായിരുന്നു. മറ്റേ യവനും ഈ ഇങ്ങേരും വിക്കിതകും ഈ അനീഷിനാണ് സപ്പോർട്ട് ചെയ്തത്. അനീഷ് നോട്ട് ചെയ്യണം സപ്പോർട്ട്. അതിന് മുന്നേ ഇങ്ങേര് ഇതിട്ടിരുന്നു, ഇതൊരു അനുമോളെ സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അങ്ങേര് ഇട്ടിരുന്നു. അപ്പൊ ഇങ്ങേര് പറയണ മറ്റേ യവന്മാര് PR ആണ്, അല്ലെ യവന്മാരല്ല ഈ തൊപ്പി PR ആണ്, അപ്പൊ പൈസ മേടിച്ചിട്ടുണ്ടായിരിക്കാം അത്രേ. അങ്ങനെയൊക്കെയാണ് ഇതേപോലെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ചുമ്മാ ഓരോ അലിഗേഷൻസ് ജിൻഡോ ചിലപ്പോ PR ആയിരിക്കും. എന്നുവെച്ചാ പുള്ളിയുടെ ചില ഇത് കാണുമ്പോഴത്തേക്ക് പുള്ളി PR ജയിച്ചതാണോന്ന് എനിക്ക് പുള്ളി തൊപ്പി വോട്ട് പിടിച്ചായിരുന്നു. അത് ജിൻഡോ ചില സ്ഥലത്തൊക്കെ ഒന്ന് ചില ഇതൊക്കെ കാണും, കട്ട് ചെയ്തോണ്ട് ഇങ്ങനെ എന്തൊക്കെയേ പറയണടാ, പുള്ളി എന്താണ് പറയുന്നത് പുള്ളിക്ക്. സീസൺ ഒരു കൂതറ സീസൺ അല്ലായിരുന്ന, കഴിഞ്ഞ സീസൺ അല്ലായിരുന്ന ജിൻഡോ. പുള്ളി ഇവിടെ ഉള്ളതല്ലേ, തിരുവനന്തപുരത്തുള്ള. ആരും പറയത്തൊക്കെ ഒന്നും പറയാനൊന്നും അങ്ങനെ എടുത്തു പറയാൻ ആരുമില്ല. പക്ഷെ എനിക്ക് തോന്നിയത് മറ്റേ ഈ ജാസ്മിൻ പക്ഷെ ഇപ്പോഴത്തെ സീസണിലുള്ളവര് കാണിക്കണ അത്രയൊന്നും ജാസ്മിൻ അന്ന് കാണിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതിനെ ഭയങ്കരമായിട്ട് തേജോധം ചെയ്തു. മറ്റേ തുമ്മല് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര അവരും ഇപ്പൊ ലൈൻ ലൈറ്റിലേ ഇല്ല. അതിലുള്ള ആരും ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു, എല്ലാരും. എന്നാലും ഒരു ഇതുണ്ട്, പക്ഷെ അത് അത്രയും ഓടിയില്ലല്ലോ. അതിനുശേഷമല്ലേ ഇവര് മറ്റേ കാർഡ് മറ്റേ കീറക്കം മൊത്തത്തിൽ അഴിച്ച് പണിയത്. സീക്രട്ട് ഏജന്റ് അതിലല്ലേ വന്നത്. കണ്ട അത് ഓർക്കണ പോലും സത്യം. പാവം സീക്രട്ട് ഏജന്റ് അതിലുണ്ടായിരുന്നു. സീക്രട്ട് ഏജന്റ് പക്ഷേ വൈഫ് എന്തോ പറയുമല്ലേ പോണ്ടായിരുന്നു, പുള്ളിക്കാരിന്നതാറ്റ്. ഇവരെല്ലാം ഇപ്പം ഇതിനുണ്ടായിരുന്നു, സീക്രട്ട് ഏജന്റും ബാക്കി. ശരിയാ, സീക്രട്ട് ഏജന്റ് അഖിൽമാരാര് മറ്റേ ഇവരെല്ലാരും. സീക്രട്ട് ഏജന്റും ഉണ്ണിമുകുന്ദനുമായിട്ട് പണ്ടൊരു ഇതുണ്ടായിരുന്നു, അവര് ഒന്നിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നടാ, കണ്ട അത് കളിക്കിടയിൽ പോയി മിണ്ടും. അതായത് ഈ CCL കളിക്കുന്ന സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലുള്ള ആൾക്കാർ അവരും തമ്മിലുള്ള പ്രാക്ടീസ്. അത് പറ, സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗും ഇൻഫ്ലുവൻസേഴ്സ് ക്രിക്കറ്റ് നിങ്ങളല്ലല്ലോ പിന്നെ എന്തിനു പറയണത്, നമുക്ക് ഇൻഫ്ലുവൻസ് പറയണല്ലോ. അതാ ഞാൻ അത് കണ്ടപ്പോ നോക്കി ആരും ഒന്നും നമ്മളങ്ങനെ അവര് കണക്കാക്കാറേ ഇല്ലാന്ന് തോന്നുന്നു. കാര്യം ഞാൻ വിചാരിച്ചത് നമ്മുടെ പാവ ശ്രീകാന്തേട്ടനാണെങ്കിൽ ക്രിക്കറ്റേ പറയുള്ളൂ. അല്ല ഏതാണ്ട് ഒരു 10 പേരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ കാണും, ഒരാളെ. അല്ല പക്ഷെ ഇതിലുള്ള മിക്കവരെയും നമുക്ക് അറിയാം, പക്ഷെ ആരും വിളിച്ചില്ല. സത്യമായിട്ട് നമ്മള് വിളിച്ചില്ലെങ്കിലും ഒരാള് ശ്രീകാന്തിനെ നമ്മളെല്ലാരും അല്ല നമ്മള് കളിയാക്കണല്ലേ, കാര്യമായിട്ട് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ എനിക്ക് പോകണമെന്ന് എവന് പോകണം അങ്ങനെയൊന്നും ഇല്ല. ശ്രീകാന്തിനെങ്കിലും പറഞ്ഞു വിട്ടാൽ മതി.
ശ്രീകാന്ത് ഡിസർവിംഗ് ആയിരുന്നു. ഡിസർവിംഗ് ആയിരുന്നു. ഡിസർവിംഗ് Old school നെ represent ചെയ്ത് പോവായിരുന്നു. അവന്മാര് റീൽ ഇട്ടിട്ടുണ്ട് എന്റെ കളി. അതാണെങ്കിൽ എനിക്ക് DM-ൽ ഒരേ ചീത്ത അത് കിട്ടും. 1 അല്ലേ? മറ്റേ ചെറിയ ബാറ്റും വെച്ചിട്ട് എന്തിനാ അത് പറ്റൂല. നീ ക്രിക്കറ്റ് ബോളിൽ കളിക്കണേ. ഒരു തവണ ഞാൻ ഇന്നലെ കളിച്ചു കേട്ടോ. ഞാൻ ഇന്നാള് പോയി ഒരു കഴിഞ്ഞ മാസം ഓഫീസിൽ നല്ല കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാനും വരാന്നൊക്കെ പറഞ്ഞ് ബ്രോ എന്നൊക്കെ പറഞ്ഞ് പോയപ്പോഴത്തേക്ക് ഈ പയ്യൻ ഉണ്ടായിരുന്നു, നമ്മളുടെ മല്ലു ക്രിക്കറ്റർ എന്ന് പറഞ്ഞു. അവനാണ് ഇപ്പൊ ഈ സാധനം കുറച്ചിടുന്നത്. അവൻ നല്ല പയ്യൻ കേട്ടോ. അവൻ ഉണ്ടായിരുന്നു, അവൻ നല്ല എറിയുകയും ചെയ്യും. നല്ല ഞാൻ ബാറ്റ് ചെയ്യാൻ പോയില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന്. അപ്പൊ അവൻ എറിയണാണെന്ന് പറയാം. നല്ല എനിക്ക് തോന്നുന്നു അവനായിരിക്കും സജസ്റ്റ് അല്ല, അവൻ നല്ല എറിയില്ല. ഞാൻ 8 വർഷത്തിന് ശേഷം ഞാൻ കോളേജിൽ എന്തോ പഠിച്ചപ്പോഴും കണ്ടിട്ട് ലാസ്റ്റ് കളിച്ചത്. അതിനുശേഷം അത് 2017 എന്തോ ആയിരുന്നു ലാസ്റ്റ് കളിച്ചത്. എന്നിട്ട് പോയിട്ട് ഭയങ്കര നെറ്റ്സിലൊക്കെ നല്ലോണം എറിയണുണ്ട്. അവിടെ ചില ഗ്രൗണ്ടിൽ ചെന്നിട്ട് ക്രിക്കറ്റ് ബോൾ എറിയുമ്പോഴേ എന്തോ ഒരു വിറയല്ലടാ, നമുക്ക് കുറച്ച് ദിവസം എടുക്കും ചിലപ്പോ അതിലോട്ട് വരാൻ. പ്രാക്ടീസ് ചെയ്തില്ലേ? ഒരു വിക്കറ്റ് എന്നെയോ അഖിൽദാസിനെയോ എങ്കിലും 4 ഓവർ നിനക്ക് ഒരു ചാൻസ് അടുത്ത ഞാൻ പറഞ്ഞു 4 ഓവർ എറിഞ്ഞ് 62 റൺ, ഒരു വിക്കറ്റ്. 4 ഓവർ അതും കൂടെ പറഞ്ഞു. അത് അവസാനത്തെ ഓവറിൽ 27 അടിച്ചടാ. വിളിക്കൂല. ഇല്ല, ഞാൻ നന്നായിട്ട് എറിഞ്ഞു. ബാക്കി 3 ഓവർ സ്റ്റാമിന ഇല്ല, അതായിരുന്നു എനിക്ക് മനസ്സിലായത്. കാര്യം ഈ വെയിലത്ത് അതിലുള്ള ആരും 62 ഒന്നും കൊടുത്തോ അല്ല. മറ്റൊരു നല്ല കളിയായിരുന്നു, മറ്റൊരു നല്ല പ്രൊഫഷണൽ കളിക്കുന്ന ടീം, നല്ല അടിക്കുന്ന ആൾക്കാർ. അപ്പൊ CCL-ലുള്ളവരും അങ്ങനെ കളിക്കൂലെന്നാണ് പറയണത്. CCL-ലുള്ളവർ കളിക്കുന്നുണ്ട് നല്ലോണം. പക്ഷെ അവരെക്കാളും കളിക്കുന്ന ഒരുപാട് പേര് ഇപ്പൊ ലീഗ് കളിക്കുന്ന ആൾക്കാർ ചിലപ്പം സ്ഥിരം ഒരു 10 പേരുണ്ടെന്ന് വെച്ചോ, സ്ഥിരം പ്രാക്ടീസ് ചെയ്യണം. അവർ ചിലപ്പോൾ ഇതിനേക്കാളും നന്നായിട്ട് കളിക്കും. കാര്യം സ്ഥിരം കളിച്ചാലേ ക്രിക്കറ്റ് ബോളിൽ നമ്മൾ ഈ ടെന്നീസ് ബോൾ വെട്ടും പോലെയൊന്നും അല്ല, കുറച്ച് ഇതൊക്കെ നീക്കൊക്കെ വേണം. ടെന്നീസ് ബോൾ വെട്ടുമ്പോൾ ചിലപ്പോൾ 1-2 ബോളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ എല്ലാം എന്നെ കൊണ്ട് എനിക്ക് തോന്നല്ല അടിക്കാൻ പറ്റും. നല്ലൊരു ബോളറാണ് അറിയണമെങ്കിൽ നമ്മളിപ്പോ ഒരു ഇപ്പം സീരിയസ് സംഭവമായിട്ടല്ലോ പറയണത്. സീരിയസ് ഗെയിമിന്റെ വരുന്നില്ല, ഇൻഫ്ലുവൻസേഴ്സിന്റെ അസോസിയേഷൻ പോലത്തെ ഒരു സാധനം ജോയിൻ ചെയ്യണം. അതെങ്ങനെ എത്ര രൂപയായിരിക്കും മെമ്പർഷിപ്പ്? കേരള ഇൻഫ്ലുവൻസേഴ്സ് അതല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കും താല്പര്യമുണ്ട്. അടുത്ത ദിവസം നമ്മളും അംഗങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദാസൻ ചേട്ടന്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാം. അതെ, ദാസൻ ചേട്ടന്റെ കോൺടാക്ട് ആണെന്ന് തോന്നുന്നു അതിന്റെ പ്രസിഡന്റ്. പ്ലീസ് നമ്മളെ അസോസിയേഷൻ യൂട്യൂബില് വീഡിയോ ഒക്കെ ഇടാറുണ്ട്. നിങ്ങളെ ഫീൽഡിൽ വന്നില്ലായിരിക്കും, പക്ഷെ ഉണ്ട്. സൂപ്പർ ഹീറോ ഒക്കെ അല്ലാതെ കളിക്കുക നമ്മളെ വിളിക്കും. ഇത് അവൻ ഒരു സൂചന പോലും തന്നില്ല. സൂപ്പർ ഹീറോയുടെ സാധനം അവ അല്ലാത്തതിലൊക്കെ നമ്മളെ വിളിക്കും ക്രിക്കറ്റ് കളിക്കാനൊക്കെ. അവൻ മറ്റേ 1-on-1 vs 1 നമ്മൾ വിളിച്ച് 1-on-1 നമ്മൾ വേണം. അതെ, അപമാനിക്കാനും ഇതിനൊക്കെ നമ്മൾ വിളിക്കും. ചിലപ്പോ അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്. അവൻ അപമാനിക്കും. എന്താ അവന്റെ വീഡിയോ കൊടുത്തിട്ട് എന്തുമാത്രം എന്നെ അവമാനിച്ച്. എന്നെ DM-ൽ ഒരു ആൾക്കാർ വന്ന് എന്നെ വന്ന് പറഞ്ഞു, നിനക്ക് വായ്ത്താളം മാത്രമേ ഉള്ളൂ, കളിക്കാറിഞ്ഞു. അത് എത്ര പേര് പറഞ്ഞെന്നറിയാവോ? ഞാൻ 2 ദിവസം ഉറങ്ങിയില്ല. മനസ്സിലായില്ല, അതുകൊണ്ടാണ് വിളിക്കാത്തത്. അല്ലോടോ, അവർക്ക് വേണ്ടി എന്തെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്, എത്ര കളി നമ്മൾ അപമാനം ഭരിച്ചിട്ട് നിനക്ക് ഒരു മെസ്സേജ്. അല്ലെങ്കിൽ നമ്മളിതിനെ കളിക്കാൻ പോകണ്ടേ? ബ്രോ, ഇൻഫ്ലുവൻസേഴ്സ് ക്രിക്കറ്റ് ലീഗ് നടക്കുന്നുണ്ട്, വരുന്നു, കളി കാണാനെങ്കിലും വിളിച്ചുകൂടെ? അതെ, ബെഞ്ചിലിരിക്കാനും നമ്മൾ തയ്യാറായിരുന്നു. അതെ, പോട്ടെ. അല്ല, അതിന് കുറച്ച് കളിക്കുന്ന നല്ലവരുണ്ട് കേട്ടോ. ചാർലി, അവൻ നല്ല കളിക്കും. അവൻ നല്ല മല്ലു ക്രിക്കറ്റ് അവൻ നല്ല. അതില് ഷിയാസ് കളിച്ച്, അവൻ അന്ന് ഇവിടെ നല്ലോണം എറിഞ്ഞു. നല്ല ക്ലീൻ ആക്ഷൻ ആണ്, നല്ല എറിയായിരുന്നു. ഇതിൽ ബാറ്റും ചെയ്തു. ഇതിൽ പുള്ളിയാണ് നമ്മളെ അക്കൂസ് തോപ്പിച്ചത്. നമ്മുടെ ഏറ്റവും വീക്കസ്റ്റ് ലിങ്ക് ആണ് അക്കൂസ്. എന്നെ ഒരു അല്ല, പക്ഷെ അക്കൂസ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അക്കൂസ് നമ്മളവിടെ ചിലപ്പോ കളിച്ചില്ലെങ്കിലും അവൻ ടൂർണമെന്റ് ഒക്കെ പോകുമ്പോൾ 1-2 എണ്ണമെങ്കിലും അടിക്കും. അത് എനിക്ക് ആ ടൂർണമെന്റിലുള്ള എല്ലാരും ഇങ്ങനെ ഇതായിപ്പോ അവര് വിചാരിക്കും എവനാണ് ഇവിടത്തെ ടോപ്പ് കളിക്കാരൻ. ടൂർണമെന്റ് പോകുമ്പോഴും നിങ്ങളുടെ മറ്റേ മെയിൻ കളിക്കാരൻ നന്ദു. എന്നെ പാൻ ഇന്ത്യനിൽ നമ്മളെ പയ്യനില്ലേ നിതിൻ പരമേശ്വർ, അവൻ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഒരു ദിവസം കളിക്കാൻ ഞാൻ നിങ്ങളുടെ ചോദിച്ചു വരുമെന്ന്. എന്നിട്ട് ചോദിച്ച്, നമ്മൾ അന്ന് ഫൈനലിൽ കയറിയ പയ്യൻ ഉണ്ടല്ലോ നന്ദു പേർ, നിങ്ങൾ നല്ല കളിക്കുന്ന ഒരു പയ്യൻ, അവനെയും കൂടി ഒന്ന് കൊണ്ടുവരൂ. അവങ്ങനെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്, നിങ്ങൾ നല്ല കളിക്കുന്ന ഒരു പയ്യൻ ഉണ്ടല്ലോ. നല്ല കളിക്കുന്ന പയ്യൻ, എന്റെ പേര് ശ്രീകാന്ത്. ഞാനാണ് ബ്രോ, അത് നന്ദു നല്ല കളിക്കുന്ന പയ്യൻ, അവനെ ഒന്ന് കിട്ടും.
അങ്ങനെ പറഞ്ഞോ പുള്ളി അല്ല എല്ലാരും ഒരു പുറത്തുള്ള ഇതിലൊക്കെ BR തന്നെയാണ് നല്ല കളിക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത്. ബിആർ മറ്റേ ഇപ്പൊ ശരി വലിയ ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് നല്ല ചില കളി നല്ല കളി കളിക്കും. അപ്പൊ എല്ലാരും ഇമ്പ്രസ് ആവും. പക്ഷെ നമ്മുടെ കടയില് വീക്കസ്റ്റ്. നമുക്ക് നമ്മൾ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി ലൈവ് പോവാം. എനിക്ക് അന്നാ പഠിക്കുമായിരിക്കും. അന്ന് കളിക്കായിരിക്കും. നമുക്ക് IRL-ആയിട്ട് ഒരു ടർഫിൽ ഒരു കളി കളിക്കാം. നമ്മൾ ഒരു ദിവസം പോവാം, നമ്മൾ കളിക്കാം. ശരി, അത് നല്ല. പക്ഷെ ഇപ്പൊ കുറെ നാളായി, എനിക്കൊരു 3-4 മാസമല്ലേ നമ്മള് കുറെ നാളായി. ഒന്ന് ഒരു 2 ദിവസം കളിച്ചിട്ട് റെഡി ആയിട്ട് നമ്മൾ ഒരു IRL വരാം. നിങ്ങൾ വേണോ എന്നുള്ളത് നിങ്ങൾ പറ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രൈസ് മണി വെച്ചിട്ട് നമ്മളൊരു 8-10 പേര് സ്ഥിരം കളിക്കണം. നമ്മളൊരു 3 പേര്. പിന്നെ അതുപോലെ നമുക്ക് മുമ്പ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് കോവിഡ് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറി വന്ന സമയത്ത് ഈ ചന്തോളിൽ ഒരു ടർഫ് ഉണ്ടായിരുന്നു, ഒരു FFC. അവിടെ നമ്മൾ പോയി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, ക്രിക്കറ്റ് ബോളിൽ ടീം സെറ്റ് ചെയ്യാൻ. അന്ന് നമ്മളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ ഓഫീസിലൊരു ടീം ഉണ്ടായിരുന്നു, ജോജിയൊക്കെ ഉള്ളവര്, റോയൽ ടെക്കി. അവരും നമ്മളുമായിട്ടുള്ള അമാൽഗമേഷൻ ആയിരുന്നു നമ്മളുടെ താല്പര്യം. അതായത് നമ്മൾ രണ്ടും കൂടി ലയിച്ചിട്ട് ഒരു ടീം ഇറക്കി ലീഗൊക്കെ കളിച്ച് വച്ചടി ഇങ്ങനെ നമ്മൾ 3-4 ദിവസം പോയല്ലേ. നമ്മൾ പാഡ് വാങ്ങിച്ച് 3 ദിവസം പോയി, പാഡ് മേടിച്ച്, ബാറ്റ് ഉണ്ടായിരുന്നു, ഹെൽമെറ്റ് മേടിച്ച്. ആരെ നിറഞ്ഞ് ആഷിമായിരിക്കും, ഞാൻ അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം കളിക്കാനൊക്കെ പോയതാണ്. പക്ഷെ അത് പകുതി വഴിയിൽ ഉപേക്ഷിച്ചു. അല്ല, അത് ഈ മറ്റേ ജോജി ഒരു നല്ലൊരു കണ്ടക്ടർ, ഇങ്ങനത്തെ മാനേജറാണ്. അതെ, നല്ലൊരു പ്ലേ, ഒരു എല്ലാരും കളിക്കാൻ ആഗ്രഹമുള്ള എല്ലാരെയും എന്തൂസിയാസം യോജിപ്പിക്കാറ്, എല്ലാരെയും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്. അപ്പൊ അവര് എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിക്കും, കറക്റ്റ് ആൾക്കാരെയൊക്കെ ഒപ്പിച്ച്. പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ ആരും വരൂല എന്ന് പറയില്ല. പുള്ളി ഇപ്പം UK എന്തോ ലീഗ് കളിക്കുകയാണ്. അങ്ങേരി പോയപ്പോ പിന്നെ എനിക്ക് റോയൽ ടെക്കീസുമായിട്ടുള്ള നമ്മുടെ ബന്ധമേ പോയി. ബാക്ക് ടു സാധനം. അപ്പൊ നമ്മള് വീണ്ടും ക്രിക്കറ്റല്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മള് ഈ ടിവിയില് ഇതൊക്കെ ഇവര് ഉണ്ണി മുന്തന്റെ കൂടെ കളിക്കണയൊക്കെ കണ്ടില്ലേ? അപ്പൊ അസൂയല്ല, നിരാശാബോധം. അല്ല, അസൂയല്ല, നമുക്കൊരു വിഷമം നമ്മുടെ ഉള്ളിലും കാണൂലേ. ചെറിയ ഇൻഫ്ലുവൻസർ അല്ലേ, ഇപ്പൊ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ ചെറിയൊരു, നേരത്തെ പറഞ്ഞില്ലേ ബിഗ് ബോസിൽ ആദ്യമേ ഔട്ട് ആകുമ്പോ ഒരു വിഷമം തോന്നൂലേ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും വിഷമാവൂലേ? എനിക്ക് തോന്നില്ല അവരാരും അതിനെ കുറിച്ച്. അല്ല, ഇവർക്ക് ഏതാണ്ട് 4 കളി കളിച്ചല്ലേ? 3 കളി കളിച്ച. അതിന് മുന്നേ എന്തോ ഒരു കളിയും കൂടെ കളിച്ചില്ലേ അവര്? അത് ഓർമ്മയില്ല. മൊത്തത്തിൽ 4 കളി ഞാൻ കണ്ട കളിച്ചു. അപ്പൊ അത് ഇച്ചിരി ഓവറായി പോയില്ലേ? സഹിക്കാൻ പറ്റില്ല. ഒരെണ്ണത്തില് നമ്മുടെ ഒരാളെ ഒരു റെപ്രസെന്റേറ്റീവ്. അല്ല, നമുക്കൊരു സന്തോഷമല്ലേ. ഓൾഡ് സ്കൂൾ ബോയ്സ് ഒരുത്തം പോയി, ശ്രീകാന്തിനെയൊക്കെ 42. അതല്ല, നമ്മുടെ ഇപ്പം നന്നായിട്ട് എറിയാൻ പറ്റുമെന്ന് തോന്നണം നീയാണ്, അതുകൊണ്ട് പറഞ്ഞു. നാളെ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകും. അല്ലല്ല, അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെറ്റപ്പ് ഒരു ടീമിനെ ഇറക്കാൻ പോകുന്നു. അതും സ്റ്റിച്ച് ബോൾ. ഇതുകൊണ്ടല്ല. പക്ഷെ എനിക്ക് ഈ സമയത്ത് AJP ഒരു സാധനത്തിൽ പറയും, ഇപ്പോ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ്, ഇൻഫ്ലുവൻസ് ക്രിക്കറ്റ് ലീഗ് കഴിഞ്ഞല്ലോ, ഞാനൊരു ടൂർണമെന്റ് ഇറക്കും. അലിൻ ജോസ് ഇങ്ങനെ മന്തി കുഴച്ചോണ്ടിരിക്കുകയായിരിക്കും. മന്തിയെ ബിരിയാണി ഇങ്ങനെ കുഴച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിക്കും, അപ്പൊ നിങ്ങൾ കളിക്കുന്നില്ലേ? ഒരു ടൂർണമെന്റ് അടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരൊക്കെയാ കളിക്കുന്നത്? ഞാന്, ആറാട്ടണ്ണൻ. നിങ്ങൾ എത്ര ടീമായിട്ടാണോ കളിക്കുന്നത്? ടീമൊന്നുമല്ല, ഒരു ഓവർ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവര് ഭയങ്കര കാര്യമായിട്ട് പറയോടാ, കണ്ട അത് കണ്ടില്ല. അതുമായിട്ടല്ല, അതുപോലെ അല്ല നമ്മള് അതീ പറഞ്ഞു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മൂഡ് നീ എന്തെങ്കിലും പറയാ. കേരള അല്ല, ഇൻഫ്ലുവൻസേഴ്സ് ക്രിക്കറ്റ്. ഇല്ല, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഇതൊക്കെ കൊണ്ടാണ് അവര് മിസ് കോൾ പോലും അടിക്കാത്തത്. നമ്മള് ഇത് ഇൻഡിവിജ്വൽ ആയിട്ട്, പ്രൈവറ്റ് ആയിട്ട് സംഭവം. നീ എന്താ പറയണ പ്രൈവറ്റ് ആയിട്ട് എന്ന് വെച്ചാ ഇൻഡിപെൻഡന്റ് ചേരി ചേരാ. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് 5 പേരെ ഉള്ളു. ഇല്ലല്ല, ഞാൻ അവരുടെ കിട്ടുള്ള സാധനം പറഞ്ഞ് യവനെ കണ്ടപ്പോ എനിക്കൊരു ചഹലിന്റെ ഒരു സാധനം എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞ് യവനെ ഒരു സ്പിന്നറായിട്ട് നമുക്ക് ടീമിലെടുക്കാം. അപ്പൊ യവന്മാര് സമ്മതിക്കണില്ല. അല്ല, നമ്മുടെ ഇതെന്ന് പറഞ്ഞാല് യവൻ ഇനി ചിലപ്പം ഈ
കണ്ണതാ ദുഃഖമൊക്കെ എന്തിനു കാണാന്ന് വിചാരിച്ചാണ് പരിക്ക് സമ്മതിക്കാത്തത്. പറ്റാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. ഇവൻ ഒരു സ്പിൻ ബോൾ സ്പിൻ ബോളാണ്, ഒരു ടെന്നീസ് ബോൾ ഇവൻ കളിച്ച് കുറച്ച് ഇതൊക്കെ പ്രാക്ടീസ് ഒക്കെ ആയിട്ടാണ് ഇത് കളിക്കണേ കുഴപ്പമില്ല. ഇത് ആദ്യമേ കൊണ്ടുപോയി ക്രിക്കറ്റ് ബോളിനെ കളിപ്പിച്ച് സ്പോർട്സ്മാന്റെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഭയങ്കര എന്റെയാണ്. ഇല്ല ഞാൻ പറയണ്ട, ഞാൻ ഇത് ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യാനൊരു ഇതുണ്ട്. അപ്പൊ ഇവനെ ഞാൻ പറയണേ ഇവനെ ഫ്രം സ്ക്രാച്ച് അവനെ തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. ഫ്രം സ്ക്രാച്ച് അവനെ 29 വയസ്സ്. ഇനി മറ്റേ സ്ക്രാച്ച് 49 വയസ്സിൽ കളിച്ചിട്ടുണ്ട്. 29 വയസ്സല്ല കളിച്ചു തുടങ്ങി എങ്കിലും. അല്ല ബാക്ക് ടു സീരിയസ് ആയിട്ട് പറഞ്ഞു. ഇത് സംഭവം സീരിയസ് ആണ് ഗൈസ്, സംഭവം സീരിയസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്നതോട് പറയുന്നത് സംഭവം സീരിയസ് ആണ്. കാരണം നമ്മൾ ഒരു ടീമിനെ ഇറക്കാൻ പോവുകയാണ്. ഒരു സ്റ്റിച്ച് ബോൾ, കോർക്ക് ബോൾ എന്നാണ് ക്രിക്കറ്റ് ബോള് കളിക്കുന്ന ഒരു ടീമിനെ ഇറക്കാൻ പോവുകയാണ്. നമ്മളിപ്പം 1 2 3 4 പേര് ഇവിടെ ഉണ്ട്. 3 പേരെ കൂട്ടിയാ മതി. 3 പേര് കൂട്ടാം. 3 പിന്നെ നന്ദുബിയർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് 4, പിന്നെ ഹാഷിം 5. ബാക്കിയുള്ളവരെ നമ്മൾ ടീം ബിൽഡ് ചെയ്ത് ഒരു സെറ്റ് ടീമാക്കി ഒരു കോച്ചിനെ നമ്മൾ ഹയർ ചെയ്യും. കോച്ചിനെ ഹയർ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കിടിലൻ ടീമായിട്ട് നമ്മൾ ഇറക്കും. എന്നിട്ട് മറ്റേ അവരെ പേരെന്തൊരു കേരള ഇൻഫ്ലുവൻസേഴ്സ് ടീമിനെ റിവെഞ്ച് ചെയ്യും. അവര് വരുമോ? എനിക്ക് തോന്നുന്നത് അവരിനി ഒരിക്കലും വിളിക്കില്ല. ഇനി അങ്ങോട്ട് വേണ്ട. പക്ഷെ അതിൽ മറ്റേ ലവനൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ മെസ്സി എന്നൊക്കെ പറഞ്ഞ് കരയണ ഒരു പയ്യൻ അവൻ കളിക്കുമായിരുന്നു. അവരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ചിലപ്പോ കളിക്കുമായിരിക്കും അവിടെ. പക്ഷെ പുള്ളിക്ക് ചാൻസ് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. ചാൻസ് കിട്ടിയില്ലെന്ന്. ഗുഡ്. അതെ, അപ്പൊ നിങ്ങൾ കാത്തിരുന്ന് കാണുക. ഇതാണ് നമ്മളുടെ ഇത് ആക്ച്വലി ഇത് നമ്മൾ ഇതിനു വേണ്ടി പറഞ്ഞല്ല, പണ്ട് നമ്മുടെ ഒരു പ്ലാൻ ആയിരുന്നു. അതായത് നമുക്ക് ഇതൊരു സീരീസ് പോലെ നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലബ്, ഒരു ടീം ബിൽഡ് ചെയ്യണം, ഒരു ടീം ഉണ്ടാക്കിയെടുക്കുക. ഓൾഡ് സ്കൂൾ ക്രിക്കറ്റ് ക്ലബ്. അതെ, ഓൾഡ് സ്കൂൾ ക്രിക്കറ്റ് ക്ലബ്. അപ്പം OSCC. അങ്ങനെയല്ല, അങ്ങനെ എന്തോ ഒരു നിങ്ങളൊരു പേര് നിർദ്ദേശിക്കൂ. അതെ, അപ്പൊ അങ്ങനെ ഒരു ഇതില് നമ്മളൊരു ടീം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതായത് യങ്ങർ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കയറ്റി നല്ലതായിട്ട്. എന്നിട്ട് ടൂർണമെന്റിനൊക്കെ പോകണം. എന്നിട്ട് മറ്റേ ലീഗ് കളിക്കുന്നുണ്ടല്ലോ, ട്രിവാൻഡ്രം ലീഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ കളിക്കാനൊക്കെ ഇറങ്ങണം. അമ്പു ഉണ്ടെങ്കിലേ അവനൊരു പുച്ഛം നമുക്ക് ഓർമ്മയില്ല. അവൻ്റെ നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച് കാർ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ അവൻ ആക്ച്വലി നമ്മളെ കളി കാണുന്നോണ്ടായിരിക്കും തോന്നുന്നു പുച്ഛം. നമ്മളെ കളിക്ക് വരുമ്പോഴൊക്കെ അവൻ അടിക്കുന്ന അനുസരിച്ച് അല്ലല്ല, നമ്മൾ ഇങ്ങനെ പറയും അവൻ കോച്ചിങ്ങിനോട് ചേങ്ങനോട് നമുക്ക് തൊട്ടടുത്താണ്. അവിടെ ഒരു കെവിൻ എന്നുള്ള ഒരു പുള്ളിയുണ്ട്, നല്ല കോച്ചാണ്. നമ്മൾ ഞാൻ ചോദിച്ചു അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഇതോ അവിടെ കേട്ടില്ല. ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചോദിച്ചായിരുന്നു, നമ്മള് കാറിൽ പോയിക്കൊണ്ടിരുന്നിട്ട് ഒരു കോച്ചിനെ സീരിയസ് ആയിട്ട് തോന്നി. അപ്പോഴും ഞാൻ പറഞ്ഞു മറ്റേ ഇവൻ ചോദിച്ചു മറ്റേ അങ്ങേര് ഉണ്ടാടാ. അങ്ങേരൊന്നും വരില്ല. ഒരു ഭയങ്കര എനിക്ക് അതൊക്കെയാണ് ട്രിഗർ ആവണത്. നമ്മള് ഒരു വില തരണില്ലേ അവന്മാരെ. പണ്ട് നമ്മള് കളിക്കുമായിരുന്നു, നമുക്കൊന്നും യവനെയൊക്കെ പോലെ പ്രാക്ടീസ് എല്ലാം കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിരുന്നെങ്കിൽ നമ്മള് ചിലപ്പം ഇവൻ പോയിട്ടുണ്ട് അല്ലേ? ഞാൻ പണ്ട് ലയോളെ പോയിട്ടുണ്ട്. അതല്ല നമ്മള് ബാക്ക് ടു പോയിന്റ്, അത് ബാക്ക് പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ ഒരു 5 സബ്സ്ക്രൈബേഴ്സിനെ കൂടി സബ്സ്ക്രൈബേഴ്സ് നമ്മൾ മറ്റേ ലെഗാനില് സിനിമയില് ഓരോരുത്തർ വരും, അതേപോലെ ആയിരിക്കും നമ്മൾ ടീമിൽ എടുക്കണം. നമ്മൾ ട്രയൽസ് ഒക്കെ വെച്ച് ഓരോ കോമ്പിനേഷൻ നോക്കി ലെഫ്റ്റ് ഹാൻഡ് ബോളർ അങ്ങനെയൊക്കെ നോക്കിയായിരിക്കും നമ്മൾ ടീമിൽ എടുക്കണം. അല്ല അതുപോലെ ഈ ഗ്രൗണ്ട് ഏതായിരിക്കും നമ്മൾ എടുക്കണം? ഗ്രൗണ്ട് നല്ല ഗ്രൗണ്ട് എടുക്കും. 30,000 റെസ്റ്റോറന്റ്. ചെറിയ ഗ്രൗണ്ട്. അപ്പൊ ഈ ടീം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അറിയില്ല, ഇതൊരു ടീം അത് ഓൺ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടല്ലോ, ഈ ഷാരൂഖ് ഖാൻ പോലെ KKR ഓൺ ചെയ്ത പോലെ എന്തെങ്കിലും KCCനെ OSBCCനെ എനിക്ക് ഒന്നും പറയില്ല. ഈ ബക്കറ്റ് എല്ലാത്തിലും ബക്കറ്റ് ഞാൻ എനിക്ക് ഒന്നും പറയാനില്ല. ബക്കറ്റ് അവർക്ക് ഈ ക്ലബ് ഓൺ ചെയ്യാമല്ലോ.
ഫോർ വാട്ട് സേക്ക്. അതിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അഡീഷൻ എന്താണ്? ഒരു ഇൻവെസ്റ്ററിന് കൊടുക്കുന്ന value addition സംഭവം ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാല് നമ്മള് ടീമിലുണ്ട്, പിന്നെ കുറച്ച് കളിക്കാൻ നല്ല പോലെ അറിയാം ഏതെങ്കിലും യങ്ങർ ജനറേഷൻ ഉള്ള കുറച്ച് പിള്ളേരെയൊക്കെ എടുത്തു വെച്ചിട്ട് അങ്ങനെ നന്നായിട്ട് കളിച്ച് പോകണമെന്നാണ് എന്റെ ഒരു എന്റെ ആഗ്രഹം. നിങ്ങൾക്ക് ഗാലറി ഇരുന്ന് കളിയാണ്. അല്ലല്ല നമ്മളെ കൊണ്ട് ഇപ്പം പോയി വലിയ സംഭവം മലമറിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. പിന്നെ ചിലപ്പം ടീമിന്റെ ഭാഗമായിട്ട് അതൊന്ന് സമൃദ്ധിയാണ്. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിന്റെ കൂടെ ആണെങ്കിൽ ഓക്കെ, അത് നമുക്ക് അടിക്കാം. ഇപ്പൊ 50 അടിക്കും, ഞാൻ 50 അടിക്കും, 5 വിക്കറ്റ് എടുക്കുക, അതൊക്കെ ഇറ്റ്സ് ഈസി. പണ്ട് സീസൺ തുടങ്ങിയ സമയത്ത് മോഹൻലാൽ കളിച്ചത് ടീമിന്റെ മൊറാല് കൂട്ടുന്ന ഒരു സാധനം. അതെ, മോഹൻലാൽ കളിച്ചത് അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ അങ്ങേര് അത് എറി അത് ശരിയാണോ അങ്ങേര് സമ്മതിച്ചടാ. പക്ഷെ അത് സ്പിരിറ്റ് നോക്കണോടാ. അത് സ്പിരിറ്റ് മാത്രം തന്നെ കളി ജയിക്കോ? എന്നാലും അല്ല, നമുക്കൊരു 5-6 നല്ല കളിക്കാരെയൊക്കെ സെറ്റ് ചെയ്യാം. 5-6 ഒരു നിങ്ങൾക്ക് ഇപ്പൊ താല്പര്യമുണ്ട് നല്ല കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലേ? അല്ല, ആദ്യം നമുക്കൊരു എന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു സീരീസ് ആയിട്ടാണ് ഇറക്കാൻ പോണം. ഒരു ഡോക്യുമെന്ററിയോ അല്ല, എങ്ങനെ തുടങ്ങുന്നു, പിന്നെ നമ്മളെ പ്രാക്ടീസ്, നെറ്റ്സ്, നമ്മളെ ഇത് കാര്യങ്ങൾ മൊത്തത്തിൽ ഒരു സീരീസ് പോലെ ഇരിക്കാം. അപ്പൊ അതിന് നമുക്കൊരു കോച്ചാണ് ഫസ്റ്റ് ആവശ്യം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം നല്ലൊരു കോച്ച് ഉണ്ടെങ്കിൽ അല്ലേ, BCCI ലെവൽ 1 സർട്ടിഫൈഡ് കോച്ച് വേണം. BCCI ലെവൽ 1 സർട്ടിഫൈഡ് കോച്ചാണ് നമ്മൾ. അല്ല, കോച്ച് മതി, ക്രിക്കറ്റ് അറിയാവുന്ന ഏതെങ്കിലും കോച്ച് മതി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പ്രായമൊന്നും ഒരു വിഷയമല്ല. കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ഏജ് ഉള്ള ആൾക്കാരൊക്കെ നല്ലോണം കളിക്കുന്ന ആൾക്കാരുണ്ട്. ഏജ് എന്നൊരു ഫാക്ടർ അച്ഛനെ അപ്ലൈ ചെയ്യൂ. അങ്ങേരെ വീഡിയോ ടെററാണ്. അല്ല, അങ്ങേര് നമ്മള് കോച്ച് ചെയ്ത് അങ്ങേര് മറ്റേ ഇത് ബാറ്റ് അടിച്ചു അപ്പൊ നല്ല കോച്ച്, ഒരു നല്ലൊരു കോച്ച്, അതുപോലെ തന്നെ നല്ല പ്ലേയേഴ്സ്. നിങ്ങളുടെ ഏജ് എന്ന് നമുക്കൊരു ഫാക്ടറിയാണ്. അല്ല, പ്ലേയേഴ്സ് ഇപ്പൊ ഫസ്റ്റ് കോച്ചിനെ എടുക്കാം, പ്ലേയേഴ്സ് വന്ന് ചേരും. അല്ല, പ്ലേയേഴ്സിനെ ഇപ്പൊ പറഞ്ഞോ, ഇനി വീണ്ടും എടുത്ത് പറയണ്ടല്ലോ. അതാകുമ്പോ കോച്ചിന് എളുപ്പമായിരിക്കും. 11 വരെ കിട്ടുമല്ലോ. 11 പോരാ, ടീമിലാണെങ്കിൽ 15 പേര് വേണം. 15 പേരായാലും 11 പേര് നല്ല കളിക്കുന്നത്, ബാക്കി നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കണ ഇത് ഇപ്പൊ നമ്മള് കോച്ച് അതെന്തൊരു പറഞ്ഞു ഞാൻ കേട്ടില്ല, ശ്രദ്ധിച്ചില്ല. കേട്ടാ ഈ നീ പറയാൻ പോണതിന്റെ ഗ്യാസ് ഒക്കെ പോകും. സംഭവം കോച്ചാണ് നമ്മുടെ കോച്ച്. നല്ല പവർ ആയിരിക്കും നമ്മളെ കൂടെ. കാരണം കോച്ചായിരിക്കും ഫൈനൽ ഡിസിഷനും നമ്മളെ ടീമിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്, പിന്നെ ആൾക്കാരെ എടുക്കുന്നതും. അങ്ങേർക്ക് നല്ല പവർ. പക്ഷെ അങ്ങേര് ഒരാളെ കൊണ്ടുവരും. അല്ല, ഏതെങ്കിലും നല്ല കോച്ച് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര മോശക്കാരല്ല. നല്ല കോച്ചറൊക്കെ കാണും. കോച്ചൊക്കെ അല്ലെങ്കിൽ കുട്ടികൾ ആക്ച്വലി ഇത് അല്ല, നിങ്ങളുടെ കോണ്ടാക്ടിൽ ഇപ്പം ഒരു മ്യൂച്വൽ ഫണ്ട് ആയിട്ട് കോച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. പണ്ട് നമുക്കൊരു ഞാൻ പറയട്ടെ, എന്റെ ആഗ്രഹം എടുത്ത് പോയാലോ, ബിസാറൊന്നും വരെയൊന്നുമില്ല. നിങ്ങൾ ആഗ്രഹം അല്ല, ഞാൻ പറയണത് പക്ഷെ ഇപ്പൊ നമ്മുടെ ടീമിൽ ഇപ്പൊ നമ്മുടെ ജോജി അതുപോലത്തെ ആ ഒരു ഏജിലോ അല്ലെങ്കിൽ അങ്ങനത്തെ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ വന്ന് നമുക്ക് വി ആർ വെരി ഹാപ്പി ടു. അത് തന്നെ നമ്മളെ അത്ര അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ നമുക്കുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റ് പിടിക്കാനും കൈ ഇറക്കാതെ ബോൾ അറിയാനും അറിയാം, പിന്നെ കുനിഞ്ഞ് ബോൾ എടുക്കണം. അത് ഉറപ്പായി. ഇത് അത് എനിക്ക് ആ മറ്റേ നന്ദോപിയാന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അവന് അല്ല അവൻ ഇങ്ങനെ പറഞ്ഞു. അവൻ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇതാണ് പ്രശ്നം. ഇങ്ങനെ കാണിച്ചവൻ ഇങ്ങനെ കാക്കത്തൂറോ ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിന് കേട്ടെടുക്കണ്ടേ? അത് ഞാൻ പറയും, നിനക്ക് എന്തായാലും ബാറ്റിങ്ങും ബോളിങ്ങും പറ്റൂല, എനിക്ക് ഫീൽഡിംഗ് ആണ് ഏക ചെയ്യാൻ പറ്റുള്ളൂ, അതും ചെയ്യാൻ പറ്റൂല. ഫീൽഡിംഗ് ഒരു മെയിൻ കാര്യം. അല്ല, ഫീൽഡിംഗ് ആണ് മെയിൻ കാര്യം ക്രിക്കറ്റ്. എന്ന് വെച്ചാൽ ബേസിക് ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഫീൽഡിംഗ് അറിയണം. ബാറ്റ് ചെയ്താലും ബോൾ ചെയ്യുന്നത് നമ്മുടെ ചിലപ്പോൾ അന്നത്തെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ 2 ഫെയിൽ ആയി പോവാം. പക്ഷെ ഫീൽഡിങ് അത് പക്കാ ക്ലിയർ. പിന്നെ ഇത് ആറ്റിറ്റ്യൂഡും ഒരു ഫാക്ടറാണ്. ഈ ക്രിക്കറ്റ് ബോൾ കളിക്കുമ്പോഴേ 10 ഓവറൊന്നുമല്ലോ, 10-20 മിനിമം കളിക്കും. അപ്പോഴത്തേക്കും ഫീൽഡിൽ ഇത്തിരി ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണം. നമുക്ക് ആറ്റിറ്റ്യൂഡ് വേണം, സ്റ്റാമിന വേണം. ഇത്രയും നേരം നമ്മൾ ജേഴ്സിയൊക്കെ അടിക്കാൻ പോവാണ്. നമ്മൾ വൈറ്റ് ബോൾ ക്രിക്കറ്റ് കളിച്ചാൽ പോരെ, എല്ലാം കളിക്കും.
അങ്ങനെയൊന്നുമില്ല. ടെന്നീസ് ബോൾ ടെന്നീസ് ബോൾ എന്ത് ഉദ്ദേശിച്ചത്? അതല്ലേ നല്ലത്. ടെന്നീസ് ബോളിന് എടാ ഇവര് അതല്ലേ കളിച്ചത്. കേറണല്ലേ ഓടെ നീ എന്തേരേ ഇങ്ങനെയൊന്നും അല്ല കഴിച്ച് ഇവൻ വെറും ചളവാക്കും. അല്ല കുറച്ച് സംഭവം ടിവിയിൽ കാണുമ്പോ അവര് ഹെൽമെറ്റും മറ്റേ ഇതൊക്കെ വെച്ച് വരുമ്പോഴും ഒരു കലയാണ്. അത് കലയൊക്കെ തന്നെ. പക്ഷെ നമ്മള് അതുകൊണ്ടൊന്നും അല്ല, നമുക്ക് ഇതിന് മുന്നേ പ്ലാൻ ഉണ്ടായിരുന്നു. നമുക്ക് പണ്ട് പ്ലാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ ഒക്കെ അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊച്ചിലെ ഉള്ള ഒരു ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രീമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാവർക്കും മിക്കവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരുപാട് പേർക്ക് ഇന്ത്യൻ ടീമിൽ കയറണം, മറ്റേ ഇതിലേക്ക് കളിക്കണം, പ്രൊഫഷണലായിട്ട് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ കാണും. അല്ലെ നമ്മുടെ അതിനുള്ള കഴിവില്ല. അപ്പൊ നമ്മൾ വിചാരിക്കണം ഇങ്ങനെയെങ്കിലും കളിക്കാം. ഇപ്പം ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാർ കൂടുമ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ തന്നെ ആദ്യം പറയണം. അല്ല ഇപ്പൊ വേറെ സ്പോർട്സിലോട്ടൊന്നും അങ്ങനെ പോകാറില്ല. അപ്പൊ അതിന്റെ ഒരു ഇതില് നമുക്കൊരു ടീം ഉണ്ടാക്കി. അപ്പൊ നമ്മൾ ഇതാണ് ഫസ്റ്റ് കോച്ച്. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ നമ്മളെ നാണക്കേടില്ലാതെ കോച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാര്യം നമ്മള് അത്ര അങ്ങനെ കളിക്കുന്ന ആൾക്കാരൊന്നും അല്ല. നിങ്ങൾക്ക് ഹാർഷാവാം നമ്മളെടുത്ത്, ഹാർഷാവും നിങ്ങളായിരിക്കും ഇത് ലീഡ് ചെയ്യുന്നത്. നമ്മൾ തിരിച്ചൊന്നും പറയും. പിന്നെ ഇതിന്റെ നമ്മള് കുറച്ച് നമ്മള് എടുക്കാന്ന് പറഞ്ഞാൽ കോച്ചിന്റെ വീഡിയോ എടുക്കും. റെമ്യൂണറേഷൻ കൊടുക്കും. റെമ്യൂണറേഷൻ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ അപ്പൊ നമ്മള് കോച്ച് അടുത്ത നമ്മള് പ്ലേയേഴ്സിനെ തപ്പുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മള് സ്പോൺസേഴ്സിനെ, അതായത് നമ്മളെ ജേഴ്സി ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോൺസേഴ്സിനെ ചെയ്യാം. നമ്മളിപ്പോ ഇന്ത്യൻ ടീമിൽ സഹാറയൊക്കെ ഇരുന്ന പോലെ വലിയ നിലകളിൽ എത്താം. ഡ്രീം 11 പറ്റൂല, ഡ്രീം 11 സഹാറയൊന്നും വേണ്ട. ഇപ്പോഴത്തെ പോലെ അപ്പോളോ ടൈംസ് ഒക്കെ പോലെ നിങ്ങൾക്ക് ആവാം. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് നമ്മള് ക്രിക്കറ്റിന്റെ ഈ മെറ്റീരിയൽസ് വാങ്ങാൻ പോകും. നമുക്ക് മറ്റേതുപോലെ അല്ല, പാഡൊന്നും ഇല്ലാതെ കളിക്കാൻ പറ്റുമോ? പാഡ് വാങ്ങണം. അതൊക്കെ വാങ്ങാൻ പോണ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ ക്രിക്കറ്റ് ബാറ്റ്, പാഡും അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങാൻ നമ്മൾ പോകും. ബാറ്റ് വാങ്ങിയാലും പറ്റില്ല. നല്ല ബാറ്റ് ഒരു ബാറ്റ് 20,000 അത് ബേസ് സാധനമാണ് ഞാൻ പറഞ്ഞത്. അല്ല 10 രൂപ കിട്ടും. 10 രൂപയ്ക്ക് കാശ്മീർ വില്ലയൊക്കെ കിട്ടും. അത് കളിച്ചാൽ ഇംഗ്ലീഷ് വില്ല വേണ്ടേ? വലിയ ടീം ആകുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ സെറ്റ്. അല്ല ഇപ്പൊ ഇതില് മടൽ വെട്ടിക്കൊണ്ട് നാളെ വീട്ടില് മടലും വെട്ടും. മറ്റേ പണ്ട് ഈ പേപ്പർ ബോളിൽ ഐസ്ക്രീമിന്റെ ബോൾ എടുത്ത് പേപ്പറൊക്കെ ചുറ്റി എനിക്ക് ഐസ്ക്രീമിന്റെ ബോൾ വാങ്ങിക്കാൻ തോന്നുന്നു. പേപ്പർ ബോൾ വീട്ടിൽ പേപ്പറിനകത്തൊരു കല്ല് വെച്ച് ചുരുട്ടിക്കൊണ്ട് ക്രിക്കറ്റ് ബോൾ പോലെ ഇരിക്കും. അപ്പൊ അതൊക്കെയാണ് നമ്മളുടെ പ്ലാൻ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് പിന്നെ മറ്റേ നമ്മളെ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന സാധനം പറയും. നമ്മൾ ഔഷധ ഗുണമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യുക. അല്ലേ? നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യും. നമ്മളൊരു പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. ഇതൊരു നല്ലൊരു സംഭവമാവും, ഒരു ഫ്യൂച്ചർ ഉള്ള സാധനമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതെ. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റിലെ ചർച്ചാ വിഷയങ്ങൾ. അവസാനം അങ്ങോട്ട് സീരിയസ് ആയി. അവസാനം എനിക്ക് തോന്നുന്നത് നമ്മൾ മറ്റേ പണ്ട് ഇതേ പോഡ്കാസ്റ്റ് ഇൻഡ്രസ്റ്റ് പോഡ്കാസ്റ്റിൽ നമ്മളിരുന്ന് ഈ ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ തുടക്കത്തിന്റെ ഒരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇതും ഒരു തുടക്കമാവട്ടെ എന്ന്. നമ്മൾ ഇത് ഫണ്ണായിട്ടാണ് പറഞ്ഞെങ്കിൽ സീരിയസ്ലി ആണ് നമ്മൾ സീരിയസ് ആണ് കേട്ടോ. നമ്മളിത് മുന്നേ പണ്ട് തൊട്ട് നമ്മൾ കോവിഡ് സമയത്ത് സെറ്റ് ചെയ്തെങ്കിലും അന്ന് നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ജോജിയൊക്കെ പോയപ്പോൾ ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ ഈ ഒരു പരിപാടി എന്താ ഇത് നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോ എടുക്കണേന് മുന്നേ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ചാനലിൽ താല്പര്യം ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് റിലേറ്റഡ് ചാനലിലൊക്കെ. എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ അവന്മാർ ഇത്തിരി നന്നായിട്ട് വന്നല്ലോ. ബാക്ക് യാർഡ് ക്രിക്കറ്റ് നന്നായിട്ട് നമ്മൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അവരുടെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പോൾ അതേപോലെ നമ്മൾ തുടങ്ങണമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഒരു ടീം ആക്കിയാലോ എന്നുള്ളൊരു വലിയ വലിയ ചർച്ചയിലോട്ട് പോയി. അപ്പോൾ അതിന് ഭാവിയിൽ എന്തായാലും ഉണ്ടാവുമെന്ന് പരിശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ് ആണ്. നിങ്ങൾ ഫണ്ണായിട്ട് നമ്മൾ കളിക്ക് പറഞ്ഞെന്ന് വിചാരിക്കരുത്. അപ്പോൾ നിങ്ങളുള്ളവരൊക്കെ എന്തായാലും താഴെ വാട്സാപ്പിന്റെ നമ്പർ ഉണ്ട്, അതിലേക്ക് കോണ്ടാക്ട് ചെയ്യാം. അല്ലേ? കോച്ചും അതുപോലെ തന്നെ കളിക്കാൻ ആരെങ്കിലും എന്ന് വെച്ചാൽ കുട്ടികൾ ആരെങ്കിലും കാണണമെങ്കിൽ അറിയാന്നുള്ള കോച്ച് ഉണ്ടെങ്കിൽ അവരുടെ അടുത്തും കൂടെ പറഞ്ഞു നോക്കാം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ കുറച്ച് മാമന്മാരുണ്ട്, താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം.
പിന്നെ ഇത് താഴെ കാണുന്ന താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അവസാനമായ അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ആൻഡ് ലൈക്സ് ഇടുക. അപ്പം ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. വേറൊരു എപ്പിസോഡ് കാണാം. അതുവരേക്കും